ഇവിടെ പ്രസംഗിച്ച എല്ലാവരും ഓർപ്പിച്ചതുപോലെ മാർത്തോമാ സഭയ്ക്ക് ഈ സഭയുടെ സുവിശേഷ സേവികാ സംഘത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച ഒരു പ്രവാചികയാണ് പ്രിയപ്പെട്ട കൊച്ചമ്മ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സെമിനാരി പഠന കാലം മുതൽ പ്രിയപ്പെട്ട കൊച്ചമ്മയുമായി ഒരു സഹോദരി തുല്യമായ ഒരു സ്നേഹബന്ധം, അടുത്ത ബന്ധം ലഭിച്ചു എന്നുള്ളത് ഓർക്കുന്നു. ആ കാലങ്ങളിൽ ആരംഭിച്ച ഒരു സ്നേഹബന്ധം ഇന്നും ജീവനോടെ സുദൃഢമായി നിൽക്കുന്നു എന്നുള്ളത്, എത്ര ദൂരത്താണെങ്കിലും ആ ഒരു ബന്ധം തുടരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയും, ഞാൻ ഈ ഒരു പോസ്റ്റിങ്ങിൽ ഇവിടെ ആയിരുന്നപ്പോഴും ഓരോ ഇന്റർവെല്ലിലും കൊച്ചമ്മ എന്നെ ഓർക്കുകയും പ്രാർത്ഥനയിലൊക്കെ എന്നെ കരുതുകയൊക്കെ ചെയ്തത് ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. കൊച്ചമ്മയുടെ കൂടെ പ്രവർത്തിക്കാൻ മറ്റൊരു അവസരം കൂടെ സെമിനാരി കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് സുഹൃത്തുക്കളുടെയും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ടു വർക്ക് ആസ് എ വോളണ്ടിയർ ഇൻ നവജീവൻ സെന്റർ. കൊച്ചമ്മ ബഹുമാനപ്പെട്ട റവറൻ മാത്യു സാമുവൽ അച്ഛൻ്റെ സഹധർമ്മിണിയും കൂടെയാണ്. അവർക്ക് ദൈവം 2 മക്കളെ നൽകിയിട്ടുണ്ട്. അവർക്ക് വേദപുസ്തകത്തിലെ പ്രവാചകന്മാരുടെ പേരാണ് ഏലിയാവും എലീഷയും, എലൈജ ആൻഡ് എലീഷ. 2 മക്കളാണ് ദൈവം അവർക്ക് നൽകിയത്. ഈ കുടുംബത്തോടു കൂടെ ചേർന്ന് നവജീവനിൽ ഞങ്ങളെ കുറച്ചുപേര് ഒരു VBS എടുക്കാനായി പോയപ്പോൾ പ്രിയപ്പെട്ട മാത്യു സാമുവൽ അച്ഛൻ ഞങ്ങളെ വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുകയും അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കൂടെ താമസിച്ച് സെമിനാരി വിദ്യാർത്ഥികളായ ഞങ്ങൾ നവജീവനിൽ VBS ലീഡ് ചെയ്തതൊക്കെ ഈ സമയത്ത് ഓർക്കുകയും വീണ്ടും ബന്ധം തുടരുവാനുള്ളൊരു അവസരം ദൈവം തന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊച്ചമ്മ പ്രാർത്ഥനയിൽ ശരണം പ്രാപിക്കുന്ന ഒരാളാണ്. പ്രാർത്ഥനയിലൂടെ ദൈവം കൊച്ചമ്മയ്ക്ക് നൽകുന്ന മുത്തുകൾ, വരദാനങ്ങൾ, അത് ഈ സഭയിൽ, സഭയുടെ ആഗോളതലത്തിൽ, സഭയുടെ ഡയസിസ് തലങ്ങളിൽ, കേന്ദ്ര തലങ്ങളിൽ, അതുപോലെ തന്നെ പ്രാദേശിക ഇടങ്ങളിൽ ഒക്കെ കൊച്ചമ്മയെ ശക്തമായി എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Let us pray her presence, her teachings, her insights, particularly based on the topic transmitting faith to Gen Z, be a blessing to each and everyone, to all the parishes, and I pray the words of Kochama may incarnate in our life, in our parish, and in our families. Once again, I acknowledge the presence of all my dear Achans. I am overwhelmed to see the number of participants participating in this Center Sevilla Sangam. I am happy to declare that more than 150 members are participating from various parishes. So happy to see Sevilla Sangam meeting happening in all the parishes. You are in your own church, God-given church. At the same time, many members are participating online. So this is a virtual meeting, at the same time bridging the distance. There is a real Sevilla Sangam happening in all the parishes across Northwest Center Sevilla Sangam. I praise God for it, and I praise God for your earnest attention, your keen interest in participating in today's meeting, and I'm sure, I pray, let God touch our lives and animate how this pedagogical function, transmitting faith to the upcoming generation, to Gen Z, can be carried out with grace, with ease, and with blessings. The topic we have selected is transmitting the faith to Gen Z. സാധാരണ നമ്മൾ ഈ സെവിക സംഘം കൂടുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടി കുറച്ച് തമാശയൊക്കെ പറയുകയും എല്ലാവരെയും കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ പങ്കിടുകയും ഒരു ഏതെങ്കിലും ഒരു വേദഭാഗം ധ്യാനിച്ച് നമ്മൾ പിരിഞ്ഞു പോകുന്നൊരു പതിവാണുള്ളത്. എന്നാൽ the Sevilla Sangam committee proposed, the committee members said, if you are having a center meeting, we need to take some serious topics
which is of utmost relevance for our life, for our family, and for the coming generation. കാരണം നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടി ഒരു 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 ധ്യാനം പങ്കുവെച്ച് പോകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും ഗഹനമായിട്ടുള്ള, ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് ഭയങ്കര പാടാണല്ലോ. എനിക്ക് ദൈവം 3 പള്ളിയാ തന്നെ. അന്നേരം ഈ 3 പള്ളിയിൽ പോകുമ്പം ആളുകളെ ഒന്ന് ചേർക്കാൻ വേണ്ടി ഞാൻ അവസാനം ഉപയോഗിച്ചൊരു വാക്കുണ്ട്. നമ്മുടെ സഭയിലെ തിരുമേനിമാരൊക്കെ ഈ മീറ്റിംഗ് കൂടുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. സഭാ മക്കളെ, നിങ്ങൾക്ക് സഭയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഒരു തുള്ളി കണ്ണുനീരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പള്ളികളിൽ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ഇഫ് യു ലവ് യുവർ ചിൽഡ്രൻ, ഡെഫിനറ്റ്ലി യു ഹാവ് ടു അറ്റൻഡ് ടുഡേസ് മീറ്റിംഗ്. ഒരല്പമെങ്കിലും, കാരണം സ്നേഹമില്ലാതിരിക്കത്തില്ലല്ലോ, ഉറപ്പാണല്ലോ. നമ്മളെക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഒരല്പമെങ്കിലും കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടും വളരെ ഒരുക്കത്തോടും ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട പ്രീന കൊച്ചമ്മയെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചമ്മ ഒരു സൈക്കോളജിസ്റ്റാണ്. കൊച്ചമ്മ ഈ സഭയുടെ മിനിസ്ട്രിയിൽ ബഹുമാനപ്പെട്ട മാത്യു സാമുവൽ അച്ഛനോട് കൂടെ ചേർന്ന് കഴിഞ്ഞ 23 years, last 23 years, she is actively serving in God's vineyard. കൊച്ചമ്മ ഒരു സൈക്കോളജിസ്റ്റാണ്, ഒരു സൈക്കോളജി പ്രൊഫസറാണ്. She has taught, or she is teaching psychology in many schools, many colleges, and more important, she has become a prominent, renowned resource person for Malangara Martha Syrian Church. God had blessed her in immense ways. പ്രിയപ്പെട്ട അച്ഛന്മാരോട് ഓർത്തതുപോലെ ദൈവം അനുഗ്രഹിച്ച് കൊച്ചമ്മയെ നിറച്ചിരിക്കുന്നു. ഞങ്ങളെ കമ്മിറ്റി കൂടിയപ്പോൾ എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരേ ഒരു പേര്, വേറൊരു പേര് ഇവിടെ വന്നിട്ടില്ല. പ്രീന കൊച്ചമ്മ മാത്രമായിരുന്നു ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ചോയ്സ്. കൊച്ചമ്മ ഇന്ന് ലഭിച്ചതിൽ, കൊച്ചമ്മ കഴിഞ്ഞ ആഴ്ച മലേഷ്യയിലായിരുന്നു. പെട്ടെന്ന് തന്നെ തിരിച്ചു മടങ്ങി വന്ന് നമ്മളോട് കൂടെ ചേർന്ന് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് തരുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കൊച്ചമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഇടപെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒരു വാക്യം വായിച്ച് കൊച്ചമ്മയുടെ ടോക്കിനൊരു ഒരു ഒരു ബിഗിനിങ് ഇട്ടിട്ട് എൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Paul's letter to 2 Timothy chapter 2 verse 2. Paul's letter to 2 Timothy chapter 2 verse 2. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. What you have heard from me in the presence of many witnesses, entrust to faithful men, let me add faithful women, who will be able to teach others also. വേദപുസ്തകം വളരെ സിൻസിയറായി, വളരെ ഗൗരവമായി കാണുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ടീച്ചിങ് മെത്തഡോളജിയാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഫങ്ഷനാണ് transmitting the faith to generations. Transmitting the faith to generations. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനെ ഒരു ബയോളജിക്കൽ ഫാദർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഫാദറാണ്, ഒരു ആത്മീക പിതാവാണ് പൗലോസ്. അതൊരു മകൻ എന്നുള്ള നിലയിൽ പൗലോസ്, ഞാൻ ഡ്യൂട്രോണമി കൊച്ചമ്മ എടുത്തത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം പറയാത്തത്. പൗലോസ് തിമത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതല്ല, വാട്ട് എവർ യു ഹേർഡ്, നീ അത് ഓർത്തുകൊള്ളണം. നീ പല സാക്ഷികളുടെ മുമ്പാകെ കേട്ടതെല്ലാം നീ ഓർത്തോണം. വാട്ട് എവർ യു ഹേർഡ്, യു പ്രിസർവ് ഇറ്റ് ഓർ യു ഗാർഡ് ഇറ്റ്, ആൻഡ് ദെൻ യു പാസ് ഇറ്റ് ഓൺ to the faithful others. So the equation is very clear. The equation of this pedagogical structure is very clear. Hear it, guard it,
and pass it on to faithful others. So the primary call as a parent is to be faithful storytellers. Faithful storytellers. വിശ്വസ്തരായിട്ടുള്ള ഈ സുവിശേഷത്തിന്റെ കഥയെ തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു വലിയ നിയമം കർത്താവ് നമ്മളെ നയിക്കുന്നു, കർത്താവ് നമ്മളെ നമുക്ക് നൽകുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അന്നേരം ഈ ട്രാൻസ്മിറ്റിംഗ് ദ ഫെയ്ത്ത് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ആസ് എ ഫാദർ, ആസ് എ മദർ. ഇറ്റ് ഈസ് എ വൊക്കേഷൻ ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിന്റെ ക്രിസ്തീയ ധർമ്മമാണ് ദൈവം നൽകിയ സാക്ഷ്യം, ദൈവം നൽകിയ സുവിശേഷം. യു ഹാവ് ടു ഹിയർ ഇറ്റ്, യു ഹാവ് ടു പ്രോസസ് ഇറ്റ്, യു ഹാവ് ടു ഇന്റേണലൈസ് ഇറ്റ്, യു ഹാവ് ടു പ്രിസർവ് ഇറ്റ് വിത്തിൻ, യു ഹാവ് ടു ഗാർഡ് ഇറ്റ് ഫ്രം ഓൾ possibility of dilution, from all possibility of adulteration, and then you have to pass it on, that faith, that gospel, to our offsprings. എന്നാൽ ഈ വിഷയം അത്ര എളുപ്പമല്ല. നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ വിഷയം. കൊച്ചമ്മ അതിൻ്റെ സങ്കീർണതകളിലേക്ക് വരും. കാരണം ആരിലോട്ടാ പാസ് ചെയ്യണ്ടേ? അതാ പ്രശ്നം. ഈ ട്രാൻസ്മിറ്റിംഗ് ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ്, കാരണം വളരെ ഐഡിയോളജിക്കലാണ്, നമ്മളിങ്ങനെ തലമുറയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ the topic we are addressing is passing on or transmitting the faith to Gen Z. We are millennials or Gen X, and we are asked to pass on our faith to Gen Z. എങ്ങനെയാണ് ജെൻ സിയെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം? Gen Z is a cohort shaped profoundly by digital media, algorithms, and artificial intelligence, which influence how they communicate, learn, and perceive the world. ഇവിടെയാണ് സങ്കീർണത. The die in which, the mold in which we are shaped as parent, and the mold in which, or the die in which our children are being shaped, is entirely different. This distance creates some complexity. This distance creates some challenges. ഒരു പിതാവ് അല്ല ഒരു മാതാവ് എന്നുള്ള നിലയിൽ ഞാൻ രൂപീകരിക്കപ്പെട്ട എൻ്റെ ലോകവും, my world and my world view, is entirely different from my children's world and worldview. എൻ്റെ കുഞ്ഞുങ്ങളുടെ ലോകവും ലോകവീക്ഷണവും വ്യത്യസ്തമാണ് എന്നുള്ളത് അറിയാം. എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇരിക്കുന്ന 150 പേരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, without any debate, we all can affirm that it's our family and our second home, our first home family and our second home church. These were the primary faith transmitters. അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് രണ്ടും ശക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ Gen Z's worldview is created consistently through connection, visually driven, and saturated with media. The die used to make the product has changed, so the product itself is getting changed. നമ്മൾ എന്തുപയോഗിച്ചാണോ ഒരു വസ്തു ഉണ്ടാക്കുന്നത്, ആ ഡൈ മാറുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ രൂപവും സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ കാലത്തെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഈ ഫെയ്ത്ത് ട്രാൻസ്മിഷൻ ചാലഞ്ച് എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ കുടുംബവും ദേവാലയവും ഒക്കെ ശക്തമായ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയെങ്കിൽ, ഈ ജൻസി കാലഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കുടുംബവും ദേവാലയവും ആകണമെന്നില്ല. ഐ എം നോട്ട് ജനറലൈസിങ്, ബട്ട് അങ്ങനെ ആകണമെന്നില്ല. കാരണം ദേ ആർ ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്. They are in a different world.
videos, algorithms, AI-driven informations, connections, social media platforms. These are making significant inroads more than family, parents, and church nowadays in the life and in the faith of Gen Z. This creates complexity. ഇവിടെ പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഒരിക്കലും മുൻവിധി ഉണ്ടാകില്ലേ. അവൻ എപ്പോഴും മൊബൈലിലാണ്, അവൾ എപ്പോഴും മൊബൈലിലാണ്. പ്ലീസ് ഡോണ്ട് അപ്രോച്ച് അവർ ജനറേഷൻ വിത്ത് പ്രീ കൺസീവ്ഡ് നോഷൻസ്, ബിക്കോസ് they are also struggling to shape faith in a different way. In a different way. ഒരു വ്യത്യസ്തമായ രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ അവൻ എപ്പോഴും മൊബൈലില്ല, അവൻ എപ്പോഴും കമ്പ്യൂട്ടറില്ല, നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്ലീസ് റിമെമ്പർ, ദേ ആർ ഓൾസോ ഇൻ ദ സ്ട്രഗിൾ ടു ഫോം ദെയർ ഐഡന്റിറ്റി, ടു ഫോം ദെയർ ഫെയ്ത്ത്, to form their own existence, their own meaning in life. Only problem is through different methods, through different media, through different methodologies. അതിൽ ഈ ഒരു സങ്കീർണതകളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, തലമുറകളിലേക്ക് ദൈവം തന്നിരിക്കുന്ന ഈ വിശ്വാസത്തെ സന്നിവേശിപ്പിക്കണം എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഈ ക്ലാസ്സുകൾക്ക് ശേഷം കൊച്ചമ്മ നൽകിയ 7 വിഷയത്തിന്മേൽ 7 പള്ളികൾ 5 minutes ബേസ് ചെയ്ത ഒരു വീഡിയോ കോണ്ടന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന് ശേഷം കൊച്ചമ്മയുടെ ക്ലാസ്സിന് ശേഷം ആ വീഡിയോ പ്രസന്റേഷൻ കണ്ടതിന് ശേഷം നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇഫ് വി ഡു നോട്ട് ഇന്റൻഷനലി പാസ് ഓൺ ദ ഫെയ്ത്ത്, the world will unintentionally replace it. If we do not intentionally pass on the faith, the world will unintentionally replace it. നാം നമ്മുടെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപൂർവ്വമായി കൊടുത്തില്ലെങ്കിൽ ലോകം അതിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളത് ഓർക്കുക. ഈ ഒരു വചനത്താൽ, ഈ ആശംസകളാൽ ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ വാക്കുകൾക്കായി കാതോർക്കുന്നു. ദൈവം കൊച്ചമ്മയും അതിനായി ഒരുക്കട്ടെ. ഓവർ ടു യു പ്രിയ കൊച്ചമ്മ. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളെ സംബന്ധിച്ച് ഒരു ഉച്ച സമയം, എന്നെ സംബന്ധിച്ച് സന്ധ്യ കഴിഞ്ഞു. ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ഒരു വെർച്വൽ മീറ്റിംഗിന്റെ ഭാഗമാകുവാൻ വലിയവനായ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഏറെ മാസങ്ങൾക്ക് മുൻപാണ് എനിക്കിങ്ങനെ ഒരു മീറ്റിങ്ങിന് ഇൻവിറ്റേഷൻ ലഭിച്ചത്. ഒരു കപ്പിൾ ഓഫ് മന്ത്സ് മുമ്പ് നടക്കേണ്ട മീറ്റിംഗ് ആയിരുന്നു. എന്നാൽ അന്ന് എന്തൊക്കെയോ അസൗകര്യങ്ങൾ കാരണം അത് മാറി ഫെബ്രുവരിയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയവും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ എനിക്ക് ഒരു സാഹചര്യമൊക്കെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുക. പ്രത്യേകാൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ അച്ഛന്മാരും, അബു ചെറിയൻ അച്ഛനാണ് എന്നെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തത്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതിനോടൊപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബാക്കി എല്ലാ അച്ഛന്മാരോടും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രസൻസ് ഇറ്റ്സെൽഫ് മാറ്റേഴ്സ് എ ലോട്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ശരിക്കും ഐ എം ഹംബിൾഡ് ആൻഡ് ഐ കൺസിഡർ ദിസ് ആസ് എ പ്രിവിലേജ് ടു ബി പാർട്ട് ഓഫ് ദിസ് മീറ്റിംഗ്. എടുത്തിരിക്കുന്ന തീം തന്നെ അതൊരു നിങ്ങളുടെ ഒരു സ്ഥലത്തിന് മാത്രമല്ല, ഇന്ന് ഈ ലോകത്ത് ഏത് ഭാഗത്ത് ജീവിച്ചാലും അവിടെ വളരെ റെലവെന്റ് ആകുന്ന ഒരു തീം ചൂസ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കാനും ധ്യാനിക്കാനും ഒരുമിച്ച് ഒരവസരം കണ്ടെത്തുകയും ചെയ്തതിന് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നോർത്ത് വെസ്റ്റ് സെന്റർ സേവിക സംഘത്തിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അതുകൊണ്ടൊരു ഇനോഗ്രേഷൻ എന്ന നിലയിലാണ് നമ്മൾ ഈ മീറ്റിങ്ങിനെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സെന്റർ പ്രവർത്തനങ്ങൾ, ഇറ്റ് ഇസ് സെഡ് വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ. പക്ഷെ ലെറ്റ് ഇറ്റ് നോട്ട് ബി ഹാഫ് ഡൺ. ഇത് ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് ഇടയായി തീരട്ടെ എന്ന് ഞാൻ തുടക്കത്തിലെ ആശംസിക്കുകയും ഈ ഒരു നോർത്ത് വെസ്റ്റ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ഒരു വളരെ എളിയ പ്രസൻസിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന തീം, ഒരുപക്ഷെ ഈ തീം ഇങ്ങനെ കുറെ നാളുകളായിട്ട് നിങ്ങളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട്
You may have already thought about it. കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം. മാത്രമല്ല, ബിക്കോസ് സർട്ടൻ അസൈൻമെന്റ്സ് വർ ഗിവൺ പ്രയർ ടു ദിസ് മീറ്റിംഗ്, നിങ്ങൾ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത് നിങ്ങളുടേതായ പ്രസന്റേഷൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീം നിങ്ങളുടെ മനസ്സിൽ നന്നായി ഇംപ്രിന്റഡ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ ഇത്രയേറെ പാർട്ടിസിപ്പൻസ് വന്നത് ഈ തീമിനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് എടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു മീറ്റിംഗ് പോലെ ഏതെങ്കിലും ഒരു വചന ശുശ്രൂഷ എന്നൊക്കെ കരുതി ഈ ഒരു മീറ്റിംഗിന്റെ റെലവൻസ് കുറഞ്ഞു പോകാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഏറെ താല്പര്യത്തോടുകൂടെ കടന്നു വന്നിരിക്കുമ്പോൾ ഇറ്റ് ക്ലിയർലി ഷോസ് how important and how significant this theme in your life and in my life. അതുകൊണ്ട് I really praise God for this opportunity, and I thank everybody working behind this, for this meeting to be a reality, at the same time who has invited me, and also all the people who worked behind this, so that this has become a reality for everyone attending the meeting. Passing on faith to Gen Z, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള തീം. അതിന് നല്ലൊരു ഇൻട്രഡക്ഷൻ ആണ് അബു അച്ഛൻ ഇവിടെ ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനോട് ചേർന്ന് എടുത്തിരിക്കുന്ന അശ്വിൻ, ക്യാൻ യു ഓക്കെ, ഞാൻ ഇതിനോട് ചേർന്ന് എടുത്തിരിക്കുന്ന ബൈബിൾ പോർഷൻ ഓൾറെഡി നന്നായിട്ട് സ്റ്റെഫി വായിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും ഒരു പ്രാവശ്യം കൂടെ ആ ഒരു പോർഷൻ നിങ്ങൾ എല്ലാവരും എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വി ആർ നോട്ട് ഗോയിങ് ടു റീഡ് ഇറ്റ്, ബട്ട് as we are going through the passage, I want everyone to have the Bible with you. Deuteronomy chapter 6 verses 5 through 9. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു തീമിനോട് ചേർന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാസേജ്. ഇവിടത്തെ വേഴ്സസ് എല്ലാം തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേഴ്സസ് ആണ്. അതില് ഐ എം ജസ്റ്റ് മൂവിങ് ഇൻ ടു, കാരണം നമുക്ക് അധികം സമയം, ഒരു വെർച്വൽ മീറ്റിംഗ് ആവുമ്പം there is always a time limit for the speaker also. അതുകൊണ്ട് ഞാൻ അധികം ആമുഖങ്ങൾ ഇല്ലാതെ I'm directly going into the passage. ഇവിടെ verse 5 of chapter 6 from the book of Deuteronomy, it says, "Love the Lord your God with all your heart, with all your soul, and with all your strength." ഈ ഒരു വേഴ്സ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, because this is a verse not only mentioned in the Old Testament, we get to read the same verse in the New Testament passages also. Gospel according to Saint Matthew, Gospel according to Saint Mark, ഇവിടെയൊക്കെ തന്നെ ജീസസിനോട് ഫാരിസീസും മറ്റ് ആൾക്കാരും ഒക്കെ, ഈവൻ ഡിസൈപ്പിൾസ് പോലും ജീസസിനോട് ചോദിക്കുന്നുണ്ട്, വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്. അവിടെ ജീസസ് പറയുന്ന ആൻസർ ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ സെയിം വേഴ്സ് ആണ്. ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞ് ജീസസ് വീണ്ടും ഇതേ വേഴ്സ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമാൻഡ്മെന്റ്. Now what comes to my mind is this: love the Lord your God എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. It's not written trust in the Lord, sing praises to the Lord, glorify the Lord, അല്ലെങ്കിൽ put your hope in the Lord. ഇതൊന്നും അല്ല അവിടെ പറയുന്നത്, മറിച്ച് love the Lord your God എന്നാണ് പറയുന്നത്. And love is an emotion we are all familiar with. അതിന് യാതൊരു സംശയമില്ല, അതിന് വലിയൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യം പോലും ഇല്ല. ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള ഒരു കമാൻഡ്മെന്റ് ഇസ്രായേൽ മക്കൾക്ക് മോശയിലൂടെ കൊടുക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ഈ ഡ്യൂട്രോണമിയിൽ കാണുന്നത്. എന്നാൽ ഇതേ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്ന കർത്താവ് എന്നോടും നിങ്ങളോടും ഈ 2026 ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ എന്നെ സ്തുതിക്കുന്നുണ്ട്, നീ എന്നിൽ ആശ്രയിക്കുന്നുണ്ട്, ബട്ട് ദ റിയൽ ക്വസ്റ്റ്യൻ ഇസ്, ഡു യു റിയലി ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഞാൻ ഈ ഒരു പാസേജ് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു തീമുമായിട്ട് അതിനെ ഒന്ന് ബന്ധപ്പെടുത്താം. Verse 6 നമ്മൾ വായിക്കുന്നുണ്ട്, "These commandments that I give you today are to be on your hearts." ഈ കമാൻഡ്മെന്റ്സ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനം എവിടെയാണ് ഞാനും നിങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെയൊക്കെ വീട്ടിൽ ദൈവവചനം, ബൈബിളിന്റെ ഒക്കെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്, ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഇതെല്ലാം സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. പക്ഷേ ദിസ് പാസേജ് ക്ലിയർലി ടെൽസ് us these commandments are to be on your hearts. നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടുന്നതാണ് ഈ വചനം എന്ന് പറയുന്നു. ഇവിടുത്തെ 7ാമത്തെ വാക്യം പറയുന്നു, the 7th verse, impress them on your children. So this is a divine responsibility given to parents, to grandparents, and to all the elders in the family, in the church, wherever you are.
this is a divine commandment അല്ലെങ്കിൽ divine responsibility. Impress them on your children. നിന്റെ തലമുറയുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് പകരപ്പെടേണ്ടുന്നതാണ് ദൈവവചനം. And it is also written, talk about them. നീ ഇവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വാക്യം എന്ന് എനിക്കറിയത്തില്ല. അവിടെ പറയുന്നു, when you sit at home, when you walk along the road, when you lie down and when you get up. 4 ആക്ഷൻ വേർഡ്സ് അവിടെ പറയുന്നത്. ഈ 4 ആക്ഷൻ വേർഡ്സും എത്രയോ പ്രാവശ്യം ഒരു 24 hours ഒരു ദിവസത്തിൽ ഞാനും നിങ്ങളും ചെയ്യുന്നതാ. You sit down, you get up, you lie down, you walk along the road. ഓർത്തു നോക്കിക്കേ, ഇത്രയും കോമൺ ആയിട്ട് ഞാനും നിങ്ങളും ചെയ്യുന്ന ആക്ഷൻസിലൂടെ the commandment is, are you talking about God? ദൈവത്തെ കുറിച്ച് പറയാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? When you move on to the next verse, verse 8 says, tie them as symbols on your hands and bind them on your foreheads. നിങ്ങളുടെ കൈകളില്, നിങ്ങളുടെ നെറ്റിമേൽ ഈ കമാൻഡ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഇതൊരു പക്ഷേ ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു കമാൻഡ്മെന്റ് കൊടുക്കുമ്പം അതിനെ നമ്മളൊരു സിംബോളിക് ആയിട്ട് കാണുന്നതിനപ്പുറമായിട്ട് ലിറ്ററലി ദേ ഹാഡ് ടു കീപ് ഇറ്റ്, അല്ലെങ്കിൽ അതിനെ ഒബേ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാര് അവരുടെ കൈകളിലൊക്കെ ഈ കമാൻഡ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ട്രഡിഷൻ അവർക്കുണ്ട്. അതുപോലെ അവരുടെ തലയിൽ കെട്ടുന്ന തുണിയുടെ അറ്റത്ത് തന്നെ ഈ ഒരു കമാൻഡ്മെന്റ്സ് ഒക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേഴ്സസ് ഒക്കെ അവരിങ്ങനെ അതേൽ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു ട്രഡിഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ഒരു 2026 ജീവിക്കുമ്പോൾ ഹൗ ക്യാൻ വി ഇന്റർപ്രറ്റ് ദിസ് വേർഡ്സ് ഇൻ ടു ആർ കോമൺ പേഴ്സണൽ ലൈഫ്സ് എന്ന് ആലോചിച്ചാൽ, എന്റെയും നിങ്ങളുടെയും കൈകളിൽ ആസ് സിംബൽസ് ഇതുണ്ടാവണം എന്ന് ദൈവം പറയുമ്പോൾ എങ്ങനെയാ നമുക്ക് അതിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ വരുന്ന ഒരു ഹംബിൾ ഇന്റർപ്രിട്ടേഷൻ ഞാൻ ഇങ്ങനെ അതിന് കൊടുക്കുകയാണ്. ഇപ്പോ എന്റെയും നിങ്ങളുടെയും കൈകളിൽ സാധാരണ നമ്മൾ കെട്ടുന്നത് നമ്മളുടെ വാച്ചാണ്. നമ്മളുടെ വാച്ച് കെട്ടുന്നത് എന്തിനാ? എനിക്ക് സമയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഇവിടെ എന്റെ കയ്യിൽ വാച്ച് കെട്ടിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും പ്രയോജനമില്ല. only I can see the time by looking at my watch. അപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ആരുടെ വകയാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന ചില സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഉണ്ടാവണം. I must be holding on to certain spiritual disciplines that remind me of my identity in Christ. ഞാൻ ആരുടെ വകയാണ്, who I belong to. അതിനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അത്തരത്തിൽ ഈ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ഫെയ്ത്ത് ഐഡന്റിറ്റിയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു ഡെയിലി ലൈഫില് എല്ലാ ഡെയിലി റുട്ടീൻസിന്റെ ഭാഗമായി ഞാനും നിങ്ങളും ഓടുന്ന സമയത്ത്, എത്ര ബിസി ആയിട്ട് ഞാനും നിങ്ങളും ഓടുമ്പോഴും, തിങ്സ് ഇൻ മൈ ലൈഫ് ദാറ്റ് റിമൈൻഡ്സ് മീ ഹു ഐ ബിലോങ് ടു, വേർ ഇസ് മൈ ഐഡന്റിറ്റി, വേർ ആം ഐ സപ്പോസ് ടു ലേ മൈ ഫൗണ്ടേഷൻ, ഇതെന്നെ ഓർമ്മപ്പെടുത്തുന്ന എന്തുണ്ട് എന്റെ ജീവിതത്തിൽ. Now the next thing that is written in the verse 8 is bind them on your foreheads എന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ ഇപ്പൊ എന്റെ ഫോർഹെഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക്, unless I look into a mirror, I cannot see what is there on my forehead. But those people who are standing across me can really observe what is there on my forehead. അപ്പോ നമ്മുടെ നെറ്റിയിലുള്ളൊരു കാര്യം മറ്റുള്ളവർക്ക് കാണാനുള്ളതാണെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ആരുടെ വകയാണെന്ന് അവർക്ക് ബോധ്യപ്പെടത്തക്ക വിധത്തിൽ എന്തുണ്ട് എന്റെ ജീവിതത്തിൽ. അപ്പോ എന്റെ കൈകളിൽ ഞാൻ ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് കെട്ടണം എന്ന് പറയുമ്പോൾ, ഇഫ് ഐ എം ഇന്റർപ്രറ്റിംഗ് ഇറ്റ് ഇൻ ദിസ് വേ, എന്റെ ജീവിതത്തിൽ ഞാൻ ആരുടെ വകയാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന പലതുണ്ടാവണം എന്ന് പറയുന്നത് പോലെ, എന്നെ നോക്കുന്ന ഒരാള്, എന്നെ കേൾക്കുന്ന ഒരാള്, ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന മറ്റ് മനുഷ്യർക്ക് ഞാൻ ആരുടെ വകയാണെന്ന് ഓർമ്മപ്പെടുത്തത്തക്ക വിധത്തിൽ എന്റെ ജീവിതത്തിൽ എന്തുണ്ട്. അടുത്ത വേഴ്സ് പറയുന്നു, റൈറ്റ് ദം ഓൺ ദ ഡോർ ഫ്രെയിംസ് ഓഫ് യുവർ ഹൗസസ് ആൻഡ് ഗേറ്റ്സ് എന്നാ പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ഭവനത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, what is there to remind the people stepping into my house who this house belong to? ഇതാരുടെ വകയാണ്? ഈ ഭവനത്തിൽ താമസിക്കുന്നവർ ആരിലാണ് ആശ്രയം വെക്കുന്നത്? ഈ ഭവനത്തിൽ താമസിക്കുന്നവർ ആരെയാണ് ജീവിതത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്? ഇത് മനസ്സിലാകത്തക്ക വിധത്തിൽ എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ
What kind of atmosphere am I creating in my house that anyone who steps into my house will come to know who I belong to? ഈ ഭവനമാരുടെ വകയാണെന്ന് പറയത്തക്ക വിധത്തിൽ നമ്മുടെയൊക്കെ ഫാമിലിയുടെ കുടുംബത്തിന്റെ അറ്റ്മോസ്ഫിയർ ആക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതൊരു സിമ്പിൾ വേയിൽ ഞാൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്തത്, വാട്ട് ദിസ് പാസേജ് ആക്ച്വലി സ്പീക്സ് ടു അസ്. ഇനിയും നമ്മളുടെ തീം എന്ന് പറയുന്നത് പാസിംഗ് ഓൺ അവർ ഫെയ്ത്ത് ടു ജെൻസി ആണെങ്കിൽ എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എപ്പോഴെങ്കിലും നമ്മുടെ മക്കളെ കർത്താവിനെ സ്നേഹിക്കാനായി നമ്മൾ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബൈബിള് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ കുർബാന കൈക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഹവ് ഗിവൺ ലോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, വി ഹവ് ഡൺ ലോഡ് ഓഫ് ടീച്ചിങ്. പക്ഷേ ഹാവ് വി എവർ ടോട്ട് ദം ഓർ ഇൻസ്പയർഡ് ദം ടു ലവ് ദ ലോർഡ്? കർത്താവിനെ സ്നേഹിക്കണമെന്ന് എപ്പോഴെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ, അമ്മ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ നീയും സ്നേഹിക്കണം എന്നാണോ? അതോ ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ, ഞാൻ ആരാധനയിൽ സംബന്ധിക്കുന്നത് പോലെ എല്ലാ ഞായറാഴ്ചയിലും നീ പോകണമെന്നാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പോരായ്മ അവിടെയാണ് പലപ്പോഴും. We have never asked them to love the Lord. We have never inspired them to love the Lord because we have not loved the Lord enough. നമ്മൾ കർത്താവിനെ വേണ്ടുന്ന വിധത്തിൽ സ്നേഹിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കിക്കോ, വേണ്ടുന്ന വിധത്തിൽ കർത്താവിനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന്? സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സാധിക്കുന്നുണ്ടോ? ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്തോരം വേവ് ലെങ്ത് ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗിലൊന്നും അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. സോ ഐ എം ജസ്റ്റ് ലീവിങ് ഇറ്റ് ടു യു. നിങ്ങളുടെ ഒരു ഫുഡ് ഫോർ തോട്ടായിട്ട് നിങ്ങൾ എടുത്തോ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന റിലേഷൻഷിപ്സിനെ നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതിനേക്കാൾ ഒരു പടി ഉയരത്തിൽ മറ്റെന്തിനെക്കാട്ടിലും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ തന്നെ തള്ളിപ്പറഞ്ഞ ശിഷ്യനെ കർത്താവ് വീണ്ടെടുത്തത് ഒരൊറ്റ ചോദ്യം കൊണ്ടാണ്. the question was repeated thrice. എന്താ ചോദിച്ചത്? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? സൈമൺ പീറ്ററിനോട് ജീസസിന്റെ ആ ഒരൊറ്റ ചോദ്യമാണ് സൈമൺ പീറ്ററിനെ തകർത്ത് കളഞ്ഞത്. ഒരു മനുഷ്യൻ നമ്മുടെ കണ്ണിൽ നോക്കി ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിനേക്കാൾ ആഴമുള്ള മറ്റൊരു ചോദ്യമില്ലല്ലോ പ്രിയരെ. അതുകൊണ്ട് ഓർക്കുക, കർത്താവിനെ സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ ഹൗ ഡു വി എക്സ്പെക്ട് ആ ജനറേഷൻ ടു ടേക്ക് അപ്പ് ദിസ് ലവ് ഫോർ ദ ലോർഡ്? അടുത്തത്, നമ്മളുടെ ഹൃദയത്തിൽ ഈ വചനത്തിനും കർത്താവിനും ഒക്കെ എത്രത്തോളം സ്ഥാനമുണ്ട്? എന്തോരം ബൈബിളുകളാ നമ്മുടെയൊക്കെ വീടുകളിലുള്ളത് അല്ലേ? തലവണക്കീഴയുടെ ഒരെണ്ണം ഉണ്ട്, ടീപ്പോയിൽ ഒരെണ്ണം ഉണ്ട്, അലമാരിയിലുണ്ട്, ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. ബൈബിള് വായിക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഉപയോഗിക്കും, പള്ളിയിൽ പോകണമെങ്കിൽ വേറൊരെണ്ണം ഉപയോഗിക്കും. ബട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഹൃദയത്തിലുള്ളതിനെ ആർക്കും എടുത്തോണ്ട് പോകാൻ സാധിക്കത്തില്ല. എപ്പോഴും ഓർക്കുക, ബാക്കി എന്തിനേയും ഈ ലോകത്ത് ആർക്കും നശിപ്പിക്കാം, ബട്ട് നോ വൺ ക്യാൻ സ്നാച്ച് the powerful word of God that you have stored in your heart, that you have hidden in your heart. സങ്കീർത്തനം 119:11 വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, I have hidden your word in my heart that I might not sin against you. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറുണ്ടല്ലേ, പാപമാ ചുറ്റിനും, പാപത്തിലൊന്നും അകപ്പെട്ടു പോകരുത്. പാപത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം, hide God's word in your heart so that when you come across different kinds of temptations in your life, they just pop out and help you to move away from it. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വചനത്തെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? കീപ് ഓൺ ടോക്കിംഗ് അബൌട്ട് ദം. നമ്മുടെ ഭവനങ്ങളിൽ എത്രത്തോളം ഈ ഗോഡ് ടോക്ക് ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കിയേ. എത്രത്തോളം ഗോഡ് ടോക്ക് ഉണ്ട്? കംപ്ലീറ്റ് നെഗറ്റീവാണ്. എന്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ നെഗറ്റിവിറ്റി അല്ലാതെ നമുക്ക് റേഡിയേറ്റ് ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല. ഇന്ന് അത് സംഭവിച്ചു, ഇന്ന് ഇത് സംഭവിച്ചു, അവക്ക് എന്നാത്തിന്റെ കേടാ, അവൻ എന്നാത്തിന്റെ കേടാ, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും കുറ്റം പറഞ്ഞും നെഗറ്റീവ് അടിച്ചും എവിടെയാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഗോഡ് ടോക്ക് ഉണ്ടാകുന്നത്? എവിടെയാണ് നമ്മൾ അയക്കുന്ന മെസ്സേജസിൽ ഗോഡ് ടോക്ക് ഉണ്ടാകുന്നത്? എവിടെയാണ് നമ്മുടെ പേഴ്സണൽ ചാറ്റ്സിലും ഗ്രൂപ്പ് ചാറ്റ്സിലും ഒക്കെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്? We seldom talk about it. And we all want to talk about God when we come to church. 24/7 we are instructed from the word of God to talk about it. അതുകൊണ്ടാണ് when you sit down, when you lie down, when you walk along, ഒക്കെ വചനം പറയുന്നത്. Those are all simple actions done by all humans. അതിനിടയിൽ ഈ കർത്താവിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് എത്രത്തോളം സാധിക്കുന്നുണ്ട്? ഇതെല്ലാം നമ്മുടെ ചലഞ്ചസ് ആയി മാറുകയാണേ. നമ്മൾ ജെൻസിയിലേക്ക് ഫെയ്ത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മറ്റെന്തൊക്കെയോ ആണ് ചലഞ്ചസ് ആയിട്ട് കണ്ടിരുന്നത്.
ബട്ട് ദിസ് പാസേജ് റിയലി ചാലഞ്ചസ് us. ഇതൊന്നും നമ്മൾ ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് നമ്മളുടെ തലമുറയിലേക്ക് ഈ ഫെയ്ത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഞാൻ അതിനുശേഷം പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ ജീവിതത്തിൽ എ കോൺസ്റ്റന്റ് റിമൈൻഡർ ഓഫ് ഹു ഐ ബിലോങ് ടു. എന്നെ നോക്കുന്ന മറ്റൊരാൾക്ക് നോക്കാൻ, നമ്മളെ കോൺസ്റ്റന്റ്ലി ഒബ്സർവ് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒരു പീരീഡ് ഓഫ് ടൈം വരെ ആ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അതിനുശേഷം ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ മാറിപ്പോകുന്നുണ്ടാവും. ബട്ട് വെൻ ദേ ഗെറ്റ് an opportunity to observe you, are they able to recognize the strong foundation that you have laid upon Christ? അപ്പനും അമ്മയും അവരുടെ പേഴ്സണൽ ലൈഫില് ക്രിസ്തുവിലാണ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ലേ ചെയ്തിരിക്കുന്നതെന്ന് നമ്മളെ കണ്ട് മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. ഈ പാസേജ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും നിങ്ങൾ ഇതിനെ ഇങ്ങനെ മനസ്സിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പൊ അറിയാം നമ്മൾ എവിടെയൊക്കെയാണ് വീഴ്ചകൾ വന്നു പോകുന്നതെന്ന്. Can I have the next slide, Ashwin? ഓക്കെ, ഇവിടെ ജെൻസിയുടെ ചില ഫീച്ചേഴ്സിനെ കുറിച്ച് ഓൾറെഡി അച്ഛൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ എ ലോട്ട് അബൌട്ട് ഇറ്റ്. അച്ഛൻ പറഞ്ഞു ഒരു ഡിജിറ്റൽ നേറ്റീവ്സ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇപ്പൊ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ മില്ലേനിയൽസോ ജെൻ എക്സിന്റെ ഭാഗമൊക്കെ ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മള് പഠിച്ചെടുത്തൊരു സാധനമാണ് ഈ ടെക്നോളജി. ബട്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് our children, Gen Z എന്ന് പറഞ്ഞാല് they were born into it. അവരിതിനകത്തേക്ക് ജനിച്ചു വീണവരാണ്. അതുകൊണ്ട് തന്നെ അവർ ടെക് സാവിയാണ്, അതുപോലെ തന്നെ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ, അച്ഛൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനത് ഓർക്കാം, നാട്ടിലും ഇത് തന്നെയാണ് എല്ലാ പേരൻസും ഗ്രാൻഡ് പേരൻസും പറയുന്നത്. ഏത് നേരവും ഈ കുന്തത്തിന്റെ മുമ്പിലാണ്, ഏത് നേരവും മൊബൈലില, ഏത് നേരവും ലാപ്ടോപ്പില. എന്റെ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ ഏതു നേരവും ഇതിന്റെ മുൻപിലാണെങ്കിൽ ഇത് പഠിച്ചെടുത്ത നമ്മൾ എന്തോത്തിന്റെ മുമ്പിലാ? നമ്മൾ എത്ര നേരം ഇത് മാറ്റി വെക്കുന്നുണ്ട്? ഇപ്പറയുന്ന സാധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാല് ഉറക്കം തൂങ്ങി ഇതിന്റെ ചാർജ് അടിച്ച് പോകുന്നിടം വരെ നമ്മൾ ഇതുകൊണ്ടായിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആരെയെങ്കിലൊക്കെ, നമുക്ക് അതിലൊരു പ്രത്യേക സുഖമുണ്ട് എപ്പോഴും, മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഹാൻഡ്സ് ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഈ കണ്ടമാനം നമ്മൾ ഈ അടുത്ത ജനറേഷനിലെ കുഞ്ഞുങ്ങളെ ഏതു നേരവും ടെക്നോളജിയാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അച്ഛൻ ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കായിരുന്നു. നമ്മളെ ഷേപ്പ് ചെയ്തത് നമ്മളുടെ ഫാമിലിയും ചേർച്ചും ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ കൂറിച്ചിരിയെങ്കിലും കാണിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങള് ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ട് ജനിച്ചു വീണിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വേൾഡിന്റെ, ഒരു ഐസ്ബർഗിന്റെ മേളത്തെ പോർഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ. ബാക്കി മുഴുവൻ തന്നെ അവരെ ഒരു ഹോൾ വേൾഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആകെ കൂടെ അറിയാമായിരുന്നത് നമ്മുടെ അപ്പനും അമ്മയും പറഞ്ഞിരുന്ന ഭാഷയാണ്. അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവരോ നമ്മുടെ വീട്ടിലെ അപ്പച്ചനോ അമ്മച്ചിയോ ഇനിയും പള്ളിയിൽ കേൾക്കുന്നതോ ഈ സംഭാഷണങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ നമ്മളെ കേൾക്കുന്നതിനേക്കാൾ അധികം അവർ ഓൺലൈൻ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. So how can we expect them only to listen to us? നമ്മൾ പറയുന്നത് മാത്രം അവർ കേൾക്കണമെന്ന് എങ്ങനെ നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റും? അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരുടെ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതായത് നമ്മൾക്കിപ്പോ ഒരുപക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിലോ ഒരാളെ ഫോൺ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നതിലോ താല്പര്യമാണെങ്കിൽ they just want to text, they just want to receive a text message. അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിലൊരു മെസ്സേജ് കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. അവർക്ക് ഫോൺ വിളിച്ച് ശബ്ദം കേൾക്കണമെന്ന് പോലും നിർബന്ധമില്ല. അത് അവരെ നമ്മൾ കുറ്റം പറയാൻ നമുക്ക് സാധിക്കത്തില്ല, കാരണം അവരങ്ങനെയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈവൻ ദെയർ കമ്മ്യൂണിക്കേഷൻ വാട്ട് ദേ പ്രിഫേഴ്സ്. അതുകൊണ്ടാണ് ഒരു മുറിയിൽ ഇരിക്കുന്ന മകൻ ഇപ്പുറത്തെ മുറിയിൽ ഇരിക്കുന്ന അമ്മയോട് ഫുഡ് റെഡി ആയോ എന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ നെഞ്ചത്തടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങള് ഇന്ന് വളരുന്നത് അങ്ങനെയൊരു, അതിപ്പം നിങ്ങൾ ജീവിക്കുന്ന ഒരു കൺട്രിയിൽ മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ അത്തരത്തിൽ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ എന്റെ മക്കൾ രണ്ടും ജെൻസിയാണ്, മൂത്ത മകനും ഇളയ മകനും. എലൈഷയും ഈ ജെൻസി കാറ്റഗറി വരുന്നവരാ. അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദേ പ്രിഫർ, ഞങ്ങളുടെ മൂത്ത മകൻ ഞങ്ങളുടെ കൂടെ അല്ല താമസിക്കുന്നത്, വേറൊരിടത്താ. അപ്പൊ അവൻ ഒരിക്കലും ഫോൺ ചെയ്തല്ല ഞങ്ങളോട് സംസാരിക്കുന്നത്, എപ്പോഴും മെസ്സേജിങ് ആണ്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, യോ അവൻ എന്താ അമ്മയുടെ ശബ്ദം കേൾക്കണ്ടേ. പക്ഷെ പിന്നെ അവനെ മനസ്സിലാക്കുമ്പോൾ എനിക്കറിയാം ഹി ഈസ് മച്ച് കംഫർട്ടബിൾ ഓപ്പണിങ് അപ്പ് ബൈ സെൻഡിങ് മെസ്സേജസ്. അവൻ വളരെ ഭംഗിയായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അവൻ ടൈപ്പ് ചെയ്ത്. ഞാൻ അതിനെ അത്തരത്തിൽ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ, ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, എനിക്കറിയാം ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചാൽ ഒരുപക്ഷെ അവൻ അത്രയും കാര്യങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഹി പ്രിഫേഴ്സ്
ദറ്റ് ഓൺലൈൻ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് കുഞ്ഞുങ്ങൾ, അത് അവർക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടോ അവരെന്തുകൊണ്ടോ അങ്ങനെയൊന്നും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ഒഥന്റിസിറ്റി ഇസ് വൺ ഓഫ് ദ ഹോൾമാർക്ക് ഫീച്ചേഴ്സ് ഓഫ് ജെൻ സി. ഒഥന്റിസിറ്റി എന്നുള്ള വാക്ക് തന്നെ നമുക്ക് വലിയ പരിചയമില്ല, കാരണം നമ്മൾ അത് ഒട്ടും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജനറേഷന്റെ ഭാഗമല്ല. നമ്മൾ ജെന്യുവിൻ ആണോ അല്ലയോ എന്നുള്ളതാണ് ഒഥന്റിസിറ്റി എന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനിയും വരുന്ന സ്ലൈഡുകളിൽ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള വാക്ക് ഒരുപക്ഷെ സിൻസിയറിറ്റി എന്നുള്ള വാക്കായിരിക്കാം, ജെനുവിൻനെസ് എന്നുള്ള വാക്കായിരിക്കാം. അത് തന്നെയാണ് ഒഥന്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മളെ എത്രത്തോളം വാക്കിംഗ് ദ ടോക്കാണ്, മുൻപിൽ കാണുന്ന വ്യക്തിയാണോ പിൻപിലും. അപ്പൊ ഇതൊന്നും നമ്മളെ വലുതായിട്ട് ബാധിക്കുന്ന കാര്യമല്ല, ബിക്കോസ് വി ഗ്രൂ അപ്പ് ഇൻ എ ജനറേഷൻ വേർ ഒഥന്റിസിറ്റി വാസ് നോട്ട് മച്ച് ഓഫ് എ ബിഗ് തിങ്. അതൊരു വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മുമ്പിൽ നോക്കി ചിരിക്കാനും പുറകിൽ നിന്ന് കുത്താനും ചെറുപ്പം തൊട്ട് പഠിച്ച ഒരു ജനറേഷന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് ഒഥന്റിസിറ്റി ഇല്ലെങ്കിലും നമുക്ക് ഇതിന്റെയൊക്കെ കൂട്ടത്തിൽ പോകാൻ പറ്റും. ബട്ട് ജെൻസി അങ്ങനെയല്ല, അവരങ്ങനെയല്ല. പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എൻ്റെ ബോയ്സിന്റെ സംസാരമൊക്കെയാണ്. ഒരു പള്ളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ തമ്മിലുള്ള സംസാരത്തിൽ ഞാൻ ശ്രദ്ധിക്കും, അവർ പറയും ദാറ്റ് അങ്കിൾ ഇസ് ജെനുവിൻ ബട്ട് ദാറ്റ് ആന്റി ഇസ് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് അവർ വളരെ വ്യക്തമായിട്ട് അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. അവർക്ക് കാര്യങ്ങൾ അറിയത്തില്ല, അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവർ അവരുടേതായ ലോകത്തില. ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ അവരെ കുറിച്ച് ലൈക്ക് ഹൗ അച്ഛൻ സെഡ് പ്രീ കൺസീവ്ഡ് നോഷൻസ്, അങ്ങനെയുള്ള നോഷൻസുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഒഥന്റിസിറ്റിയെ അളക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നമുക്കത് പറ്റുന്നില്ല എങ്കിലും. പിന്നെ അവരുടെ വൊക്കാബുലറി, യു നോ ഹൗ ഡിഫറെന്റ് ഇറ്റ് ഇസ് അല്ലെ. നമ്മള് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജേ അല്ല കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ്. അവരൊരു ഡിഫറെന്റ് വൊക്കാബുലറി യൂസ് ചെയ്യുന്നുണ്ട്. ജെൻസി ലാംഗ്വേജ് എന്ന് പറയുന്നതിനെ പലപ്പോഴും നമുക്ക് ഈവൻ അവർ മെസ്സേജസ് അയക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോംസ് ആയിരിക്കാം, ചിലപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ അതിന് ഡിഫറെന്റ് മീനിങ്. നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പദത്തിന്റെ അതേ അർത്ഥത്തിലായിരിക്കത്തില്ല അവരൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഫീൽ ഫ്രീ ടു ആസ്ക് യുവർ ചിൽഡ്രൻ വാട്ട് ദേ റിയലി മീൻ. നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്നില്ല അല്ലേ? അവരുടെ ഭാഷ എന്താന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം നമ്മൾ നടത്തുന്നില്ല. ഞാൻ എന്തിനാണ് ഈ ഫീച്ചേഴ്സ് പറയുന്നതെന്ന് അറിയാമോ? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദം. അവരെ മനസ്സിലാക്കാൻ ഒരു ശ്രമം ഉണ്ടാകുമ്പോഴേ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു താല്പര്യവും അതിനുവേണ്ടി നമ്മളൊരു എഫേർട്ടും എടുക്കത്തുള്ളൂ. നമ്മൾ അവരെ മനസ്സിലാക്കാതെ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് എങ്ങനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും? അതുകൊണ്ട് അവരെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അറ്റ്ലീസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ജെൻസി. ഈ അവരുടെ ആ ഒരു ജനറേഷന്റെ, ഇനിയിപ്പോ ജെൻ ആൽഫയിലുള്ളവരും ഒരു കുട്ടികളുള്ളവരും ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അത് കുറച്ചുകൂടി ആ ജെൻസിക്ക് ശേഷം വരുന്ന ഒരു ജനറേഷൻ ആയതുകൊണ്ട് അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കാം. എന്നാൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇപ്പറയുന്ന കാര്യങ്ങളെ കുറഞ്ഞ പക്ഷം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മനസ്സ് ആസ് പേരൻസ്, ആസ് എൽഡേഴ്സ് നമുക്ക് ഉണ്ടാവേണ്ടുന്നത് ആവശ്യം. അവർക്ക് ധാരാളം മെന്റൽ ഹെൽത്ത് ചലഞ്ചസ് ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക്. അച്ഛൻ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അവര് തന്നെ സ്ട്രഗിൾ ചെയ്യാണ് അവരുടെ ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യാൻ. എല്ലാ മനുഷ്യരും അതാത് അവരുടെ ലൈഫ് സ്റ്റേജസിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ടീനേജ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. അതൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ടൈമാണ്. ഹൂ ആം ഐ എന്നുള്ള ചോദ്യമൊക്കെ സ്വയം ചോദിക്കാതെ ചോദിക്കുന്ന കാലഘട്ടമാണ്. അപ്പോ ഞാൻ എൻ്റെ പേരൻസിനെ റോൾ മോഡൽ ആക്കണോ, ഞാൻ മീഡിയയിൽ കാണുന്നവരെ റോൾ മോഡൽ ആക്കണോ, എൽഡർ സിബ്ലിങ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന പലരെയുമാണ് ജീവിതത്തിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനും റിലേറ്റ് ചെയ്യാനും റോൾ മോഡൽസ് ആക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. ബട്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ഹോൾ വേൾഡ് ഹാസ് ഓപ്പൺ ഡോർസ് ഫോർ ദം. അതുകൊണ്ട് അവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ചലഞ്ചിങ്. പലപ്പോഴും നമ്മുടെ വിചാരം ഇവരെ പേരന്റ് ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്നാ. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു ചലഞ്ച് ഉണ്ട്. വേറെ ഏതോ ഒരു ജനറേഷനിൽ ജീവിച്ച പേരൻസിന്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നത് അവരുടെ ഒരു ചലഞ്ചാണ്. അതെ, ഒരിക്കലും നമ്മൾ ആ പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുന്നില്ല. അയ്യോ, ഇതുങ്ങളെല്ലാം എങ്ങനെ വളർത്തിക്കൊണ്ട് വരുമെന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ട്, എന്റെ ദൈവമേ, ഈ അപ്പനെ അമ്മയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, ഇവരുടെ കൂടെ എങ്ങനെ ജീവിക്കും, ഇവരെ എങ്ങനെ എന്റെ ജീവിതം മുമ്പോട്ട് ഇവരുടെ കൂടെ കൊണ്ടുപോകും. ഇത് അവരെ സംബന്ധിച്ചൊരു വലിയ ചലഞ്ചാ.
സംടൈംസ് അത് ഭയങ്കര ആൻസൈറ്റി ആണ് അവർക്ക്. അവരെ പാനിക്കിലാക്കുന്ന പല കാര്യങ്ങളും മറുവശത്ത് നിന്ന് ചിന്തിച്ചാൽ ധാരാളമുണ്ട്. അപ്പോ അവരുടെ ചലഞ്ചസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരിങ്ങനെ തനിയെ അതിൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്ക് ആൻസൈറ്റി പോലെയുള്ള പലതരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ചലഞ്ചസ് ഉണ്ട്. പിന്നെ പലപ്പോഴും അത് ആഗ്രവേറ്റ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇത് ആരോടും ഷെയർ ചെയ്യാനും പറ്റത്തില്ല. ആസ് പേരൻസ് നമ്മൾ ഒരിക്കലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ടോണിലല്ല നിൽക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാം അങ്ങോട്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈവൻ അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ സേഫ് ആക്കാനും സെക്യൂർ ആക്കാനും എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും അത്തരത്തിൽ ഒരു ഔട്ട്കത്തിലേക്ക് പോലും വരുന്നില്ല. ബിക്കോസ് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദെയർ നീഡ്സ് ആർ, വാട്ട് ദെയർ ചലഞ്ചസ് ആർ, വാട്ട് ദേ റിയലി നീഡ് ഫ്രം അസ്. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് ചലഞ്ച് പോലും വളരെ കൂടുതലാണ്. നമ്മളിപ്പോ ഇന്നത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയാൽ, നാട്ടിലെ കാര്യമേ എനിക്കറിയത്തുള്ളൂ, ഈ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗിന്റെ ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് വളരെ ചെറിയൊരു ഏജിൽ തന്നെ ഡിപ്രസീവ് സിംറ്റംസ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആങ്സൈറ്റി ഇഷ്യൂസ് അത് ആഗ്രവേറ്റ് ആയി കഴിയുമ്പോൾ മറ്റ് പല സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലേക്ക് പോകുന്നത്? ബിക്കോസ് ചിൽഡ്രനെ സംബന്ധിച്ച് അവരെ മനസ്സിലാക്കാനും അവർക്ക് കാര്യങ്ങൾ പങ്കുവെക്കാനും ആരും തന്നെ അവർക്ക് ചുറ്റിനും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ജെൻസിയുടെ മറ്റൊരു പ്രത്യേകതയാണ്, ദേ പ്രിഫർ സ്പിരിച്വാലിറ്റി ബട്ട് ദാറ്റ് മൈറ്റ് നോട്ട് ഓൾവേസ് ബി റിലീജിയോസിറ്റി. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിലീജിയസ് ആകുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്, സ്പിരിച്വാലിറ്റി അല്ല. എന്താണ് ഈ രണ്ട് പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആലോചിച്ചാല്, റിലിജിയൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ബുദ്ധിസം, ഇസ്ലാം എന്നൊക്കെ പറയുന്നത്. സ്പിരിച്വാലിറ്റി ഈസ് എ ടേം കോമൺ ടു ഓൾ റിലിജിയൻസ്. സ്പിരിച്വാലിറ്റി ഇസ് കണക്ടിങ് യോർ സെൽഫ് വിത്ത് എ ഹയർ സെൽഫ്. നിന്നേക്കാൾ സുപ്രീമായ ഒരു പവറിലേക്ക് നിന്നെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഒരു സ്പിരിച്വൽ കണക്ഷൻ. അതുകൊണ്ട് അത് എല്ലാ റിലിജിയനിലും ഉള്ള ഒരു വാക്ക് തന്നെയാണ്. അപ്പൊ നമ്മുടെ മുൻപിൽ നമ്മൾ കാണുന്ന ജെൻസി അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിൽ വരുന്നവരൊക്കെ സ്പിരിച്വൽ ആകാൻ അവർക്ക് താല്പര്യമുണ്ട്, ബട്ട് റിലിജിയസ് ആകാൻ അവർക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവര് എന്ന് വെച്ചെന്നിരിക്കും. കാരണം എന്താ? നമ്മുടെ റിലിജിയോസിറ്റിയിൽ ഒത്തിരി പോരായ്മകൾ അവർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിലിജിയസ് ട്രഡീഷൻസിലേക്കും കസ്റ്റംസിലേക്കും പ്രാക്ടീസസിലേക്കും വരാൻ പലപ്പോഴും ജെൻസി ഒരു മടി കാണിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇതൊരു എന്താ പറയുന്നത്, ഒരു അസുഖം വന്നു ഒരു മരുന്ന് എന്നുള്ളത് പോലെ ഞാൻ തരുവല്ല. ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്നുള്ള ടേക്ക് അവേസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മദറാണ്. ബിക്കോസ് എനിക്കും ജെൻസി മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ മനസ്സിലാക്കുന്തോറും ഞാൻ ഓർക്കും, ഞാൻ എത്ര ഇൽ എക്വിപ്ഡ് ആണ് ആസ് എ മദർ, be from a millennial generation to handle, to solve, to be by them, sometimes to give them the needed guidance and instruction. സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് ഞാൻ എത്രത്തോളം ഇൽ എക്വിപ്ഡ് ആണെന്നുള്ളത് തന്നെ. അതിൽ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നന്നായി നിങ്ങളുമായി ഐഡന്റിഫൈ ചെയ്യാൻ ആ ഒരു ആസ്പെക്റ്റിൽ പറ്റുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഒതന്റിക്കും ജെനുവിനും ഒക്കെ ആകണം എന്ന് തന്നെ ഞാൻ പറയുക. അതായത് വി മസ്റ്റ് ബി ഏബിൾ ടു ബി ദ സെയിം പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ അതിനോട് ചേർന്ന് പറയാം. ഫെയ്ത്തുമായിട്ട് പലപ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങൾ റിലേറ്റ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതിന് പറയുന്ന എക്സാമ്പിൾ എന്താന്ന് ചോദിച്ചാല്, ഒരു 2-3 മാസം മുമ്പാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ രണ്ടുപേരുടെയും, എന്റെയും അച്ഛന്റെയും വീട് തിരുവല്ലയാണ്. അപ്പൊ തിരുവല്ലയില് അച്ഛന്റെ മമ്മിയുടെ കൂടെയാണ് എൻ്റെ മൂത്ത മകൻ താമസിച്ച് അവന്റെ കോളേജ് സ്റ്റഡീസ് പെർസ്യൂ ചെയ്യുന്നത്. അപ്പൊ അവനും മമ്മിയും ഫ്ലാറ്റിൽ താമസിക്കുന്നു. അപ്പൊ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് പുനലൂരിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് മമ്മിയെ കാണാനായിട്ട് ചെല്ലും. അപ്പൊ ഒരിക്കൽ അവിടെ ചെന്നപ്പോ അവിടെ അടുക്കളയിൽ ലഞ്ച് ടൈമായി. അപ്പൊ ഞാൻ കഴിക്കാനായിട്ട് പാത്രം വെച്ചിരിക്കുന്ന റാക്കിൽ നിന്ന് ഞാനൊരു പാത്രം എടുത്തു കഴിക്കാനായിട്ട്. പാത്രം എടുത്ത ഉടനെ അച്ഛന്റെ മമ്മി പറഞ്ഞു, മോളെ ആ പാത്രം അവിടെ വെക്കുക, അത് ജോലിക്കാരി വത്സമ്മ കഴിക്കുന്ന പാത്രം. അപ്പൊ എന്റെ മൂത്ത മകൻ അടുക്കളയിൽ നിൽക്കും ആ സമയത്ത്. അവൻ എടുത്ത വായിൽ മമ്മിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വത്സമ്മ കഴിക്കുന്ന പാത്രത്തിൽ അമ്മ കഴിച്ചാൽ എന്താ അമ്മച്ചി കുഴപ്പം? അമ്മച്ചി എന്തിനാ ബൈബിള് വായിക്കുന്നതും പള്ളിയിൽ പോകുന്നതും? ആ ക്വസ്റ്റ്യൻ എന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. കാരണം
ജോലിക്കാരി കഴിക്കുന്ന പാത്രത്തിൽ കഴിക്കുന്നതോ കഴിക്കാതിരിക്കുന്നതോ എന്റെ വിശ്വാസമായിട്ടോ എന്റെ വേദ പഠനവുമായിട്ടോ ഞാൻ ഒരിക്കലും റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഹാവ് നോ ഇഷ്യൂസ് ഈറ്റിംഗ് ഫ്രം ദറ്റ് പ്ലേറ്റ്. അപ്പൊ ഞാനും പറഞ്ഞു, അതിനെന്നാ മമ്മി, വത്സമ ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാമെങ്കിൽ പിന്നെ ആ പാത്രത്തിൽ കഴിച്ചാൽ എന്താന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചു. പക്ഷെ എന്നെ അവന്റെ ചോദ്യം വളരെയധികം ചിന്തിപ്പിച്ചു. കാരണം അവൻ ചോദിച്ചത് ഇതാ, അമ്മച്ചി എന്തിനാ ബൈബിള് വായിക്കുന്നത്, അമ്മച്ചി എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഇഫ് യേശു അപ്പച്ച ഹാസ് ടോട്ട് ദാറ്റ് എവ്രിബഡി ഈസ് ഈക്വൽ ഇൻ ഹിസ് സൈറ്റ്, ഹൗ ക്യാൻ യു സേ ആ പാത്രത്തിൽ കഴിക്കരുത്, ഈ ഗ്ലാസ് എടുക്കരുത്? ഞാൻ ഓർക്ക എത്ര സിമ്പിൾ ഒരു കാര്യത്തെയാണ് അവൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പം അവൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങൾ ഇതാണ്, നമ്മൾ ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പിള്ളേര് നോക്കുന്നത്. നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വൊക്കാബുലറിയും കർത്താവ് പോലും ഡിക്ഷണറി തുറന്നു വെച്ച് നോക്കുമെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രസംഗവും ഒക്കെ. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ചേർച്ച് ഔട്ട്സൈഡ് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അകത്ത് പറഞ്ഞതും നമ്മുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ പോകും. ഈ ഒഥന്റിസിറ്റി ഭയങ്കരമായിട്ട് ജെൻസിയെ ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്റെ മക്കൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ദാറ്റ് അങ്കിൾ ഇസ് ജെനുവിൻ ബട്ട് ദാറ്റ് ആന്റി ഇസ് നോട്ട്, അല്ലെങ്കിൽ തിരിച്ച് ദാറ്റ് ആന്റി ഇസ് ജെനുവിൻ ബട്ട് ദാറ്റ് അങ്കിൾ ഇസ് നോട്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ മോനെ അങ്ങനെ പറയാൻ കാരണം? the way he questions, the way he asks, the way he talks to us, അത് തന്നെ മതി, അത്രയും കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്ന് അവർ പറയുമ്പോൾ ഞാൻ ഓർക്കും എത്രത്തോളം ബീയിങ് ജെനുവിൻ എന്ന് പറയുന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഒരു ഇന്ത്യൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാ. ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കണം, റേസിസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംസാരങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് 3 വർഷം US-ൽ ശുശ്രൂഷ ചെയ്തു. ഈ US-ൽ ശുശ്രൂഷ ചെയ്ത സമയത്ത്, US-ൽ ശുശ്രൂഷ ചെയ്തത് മോശമായ ഒരു കാലഘട്ടമായിരുന്നൊന്നും അല്ല പറയുന്നത്, ഒത്തിരി ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു യൂത്ത് ചാപ്ലൻസി ആയിരുന്നു അച്ഛൻ. അതുകൊണ്ട് ധാരാളം യൂത്ത്സുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചു. അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അതായത് ഏറ്റവും അധികം റേസിസ്റ്റ് ടോക്ക് നടത്തുന്നത് നമ്മൾ മലയാളികളാണ്. അതായത് മകൾ ഒരു വെളുമ്പനെ കെട്ടിയാൽ അത് വലിയ ന്യൂസാണ്. മകൾ ഒരു ചൈനീസിനെയോ കറമ്പനെയോ കെട്ടിയാൽ പിന്നെ നമ്മൾ അത് പൊതിഞ്ഞു വെക്കും. ഞാനത് തുറന്നങ്ങ് പറയുക. അതായത് നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ ഉള്ള സംസാരം, വെളുമ്പൻ എന്ന് പറഞ്ഞാൽ സായിപ്പ, അപ്പൊ അവനെ കെട്ടുന്നത് നമുക്കതൊരു വലിയ നേട്ടം കിട്ടിയതുപോലെ. പക്ഷെ മറ്റേതെങ്കിലും ഒരു റേസിലുള്ള ഒരാളെ കുട്ടി പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ നമുക്കത് പറയാൻ തന്നെ മടിയാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പിള്ളേര് ചോദിച്ചിട്ടുണ്ട്, വൈ ഇസ് ഇറ്റ് സോ അമ്മ, എന്തുകൊണ്ടാ അങ്കിൾ അങ്ങനെ സംസാരിക്കുന്നത്, ആന്റി അങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങള് ഭയങ്കരമായിട്ട് ഫെയ്ത്തിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായിട്ട് അവർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളിലേക്ക് ഈ ഫെയ്ത്ത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. യു കണക്ട് ഫെയ്ത്ത് ടു ഓൾ ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ്. അത് നിങ്ങളുടെ ഭക്ഷണവുമായിട്ടായിരിക്കാം, വസ്ത്രധാരണവുമായിട്ടായിരിക്കാം, നിങ്ങളുടെ വെക്കേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ചോയ്സ് ഓഫ് വാച്ചിങ് എ മൂവി ആയിരിക്കാം, നിങ്ങൾ കേൾക്കുന്ന പാട്ടായിരിക്കാം, നിങ്ങൾ പള്ളിയിൽ കാണുന്ന മനുഷ്യരുമായിട്ട് നിങ്ങളുടെ ഒരു ബന്ധമായിരിക്കാം. ഈവൻ സെക്സ് ക്യാൻ ബി റിലേറ്റഡ് ടു ഫെയ്ത്ത് വിച്ച് വി ഫെയിൽ ടു ഡു. നമ്മൾ എവിടെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് സെക്സിലെ ഡിവിനിറ്റിയെ കുറിച്ച്? സെക്സ് ഇസ് നോട്ട് സംതിങ് അത് നമുക്ക് വീട്ടിൽ പറയാൻ പറ്റുന്നതല്ല, പള്ളിയിൽ പറയാൻ പറ്റുന്നതല്ല, വർഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് എൻറ്റയർലി എ ഡിഫറെന്റ് തിങ്. നമ്മൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെക്സിനെ കുറിച്ച് ശരിയായ ഒരു ഓറിയന്റേഷൻ നമ്മുടെ തലമുറയ്ക്ക് കിട്ടാതെ പോകുന്നത്. ഇത് ദൈവം തമ്പുരാൻ ഒരു പുരുഷനും സ്ത്രീയും വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ഒരുമിച്ച് വരുമ്പോൾ അനുഭവിക്കാൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു എലമെന്റ് ഓഫ് മാരിഡ് ലൈഫ് ആണെന്ന് എത്ര പേരൻസ് മക്കളോട് പറയുന്നുണ്ട്. ഒരു ബോഡിക്ക് കൊടുക്കേണ്ടിയ ഡിവിനിറ്റിയെ കുറിച്ച്, ഒരു ഡിവൈൻ എലമെന്റിനെ കുറിച്ച് നമ്മൾ എവിടെ പറയുന്നുണ്ട്? ഒന്ന് ഓർത്ത് നോക്കിയാല്, യേശു കർത്താവ് ഈ ലോകത്തിലെ മനുഷ്യരോട് തന്റെ സ്നേഹത്തെ കാണിക്കുവാൻ വേണ്ടി സ്വന്തം ശരീരത്തെ മുറിച്ച് നൽകിയെങ്കിൽ ഈ ശരീരം എത്രത്തോളം ദൈവികമാണെന്ന് നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. സോ ദർ ആർ സർട്ടൻ തിങ്സ് സെക്യുലർ ആൻഡ് സീക്രട്ട് ഫോർ അസ്. ഇങ്ങനെയുള്ള ഈ ഡിസ്റ്റിങ്ഷനിൽ പലപ്പോഴും ഫെയ്ത്ത് നമുക്ക് ചലഞ്ച് ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് കണക്ട് എവറി ആസ്പെക്ട് ഓഫ് യുവർ ലൈഫ് വിത്ത് ഫെയ്ത്ത്. ക്രിയേറ്റ് സേഫ് സ്പേസസ് അറ്റ് ഹോം ആൻഡ് അറ്റ് ചർച്ച്. സേഫ് സ്പേസസ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംശയ നിവാരണത്തിന് എത്രത്തോളം നമ്മൾ അവൈലബിൾ ആ? കൊച്ചു പ്രായം മുതൽ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സംശയങ്ങൾക്ക് എവിടെയാണ് നമ്മുടെയൊക്കെ ഭവനത്തിലോ ചർച്ചിലോ ഒരു സ്പേസ് ഉള്ളത്? നമ്മുടെ ചർച്ചിൽ എങ്ങാനും ഒരു കുഞ്ഞ് നിന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ, അയ്യോ അതിനെ ചൊല്ലിയുള്ള പൊല്ലാപ്പൊക്കെ എത്രത്തോളം അല്ലേ?
നമ്മുടെ സംസ്കാരത്തിൽ ഇതൊന്നും നമ്മൾ വിട്ടുമാറിയിട്ടില്ല. നമ്മൾ വേറെ കോണ്ടിനെന്റിലൊക്കെ ആണെന്ന് പറയാം, പക്ഷേ ഇതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. വി നെവർ ക്രിയേറ്റ് എ സ്പേസ് സേഫ് ഫോർ ദം, എ കംഫർട്ടബിൾ സ്പേസ് ഫോർ ദം, സോ ദാറ്റ് ദേ ക്യാൻ കം. അവരെ ഓണപ്പ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഇതെന്ന്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തെറ്റ് പറ്റിപ്പോയാൽ അവൻ എന്നേക്കുമായിട്ട് തെറ്റുകാരനായിട്ട് മാറ്റപ്പെടുകയാണ്. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ജെൻസിക്കാർ ആരും ഇല്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ തലപൊക്കി ഇരിക്കുന്ന, വളരെ അഭിമാനത്തോടെ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പഴയകാല അനുഭവങ്ങൾ നമ്മുടെ അടുത്ത തലമുറ അറിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് കിട്ടുവോ? ആ ഡിഗ്നിറ്റി നമുക്ക് കിട്ടുവോ? അപ്പോ നമ്മളെ ചേർത്ത് പിടിക്കാനും നമുക്ക് എവിടെയൊക്കെ ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യത്തക്ക വിധത്തിൽ നമ്മുടെ ഇടവകയൊക്കെ എപ്പോഴൊക്കെയോ മാറിയത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് ആ കൈൻഡ് ഓഫ് ഒരു സ്പേസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സോ ക്രിയേറ്റിംഗ് സേഫ് സ്പേസസ് ഫോർ ദം. അവരുടെ ഡൗട്ട്സ് അവർ ചോദിക്കട്ടെ, അവർ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, അവരുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു ഇടമായി നമ്മുടെ ഇടവകകൾ മാറുന്നുണ്ടോ? ഓഫറിംഗ് മെന്റർഷിപ്പ്, അത് തീർച്ചയായിട്ടും ഏത് ജനറേഷനിലുള്ളവർക്കും ആവശ്യമാണ്. നമുക്ക് എന്താ ചലഞ്ച് എന്ന് ചോദിച്ചാൽ വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ എങ്ങനെയാ നമ്മൾ മെന്റർഷിപ്പ് കൊടുക്കുന്നത്? ഇപ്പൊ ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്നിടത്ത് നമ്മൾ വളരെ ഓപ്പൺ ഹാർട്ടഡ് ആയിരിക്കണം. ഒരു പ്രശ്നവുമായി നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഒരു കുട്ടിയെ വളരെ ജഡ്ജ്മെന്റലായി കാണുന്ന ഇടത്ത് വി ക്യാൻ നെവർ ബി എ മെന്റർ. നമ്മള് അത്തരത്തിൽ വളരെ ജഡ്ജ്മെന്റിലാ. ഒരാൾ നമുക്കെതിരെ നടന്നു വരുമ്പോഴേ നമ്മൾ വിധി എഴുതി കഴിഞ്ഞു, അവൻ എന്ത് പറയാനാ വരുന്നത്, അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് ഈ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് നിലനിൽക്കുന്നിടത്തോളം കാലം വി ക്യാൻ നെവർ ഓഫർ മെന്റർഷിപ്പ്. അതുകൊണ്ട് ഒരു വളരെ ഓപ്പൺ ആയിട്ട് എന്ത് സംഭവിച്ചാലും വന്ന് പറയാനുള്ള ആ ഒരു സ്പേസ് കിടക്കുന്നിടത്തെ നമുക്ക് മെന്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് ഏറ്റവും അത്യാവശ്യം യു ഹാവ് ടു ബിൽഡ് ട്രസ്റ്റ് വിത്ത് ദ ചിൽഡ്രൻ. അത് സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. ദി എൽഡേഴ്സ് ഇൻ ദ ചർച്ച്, നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടോ ടു ബിൽഡ് ട്രസ്റ്റ്? പിള്ളേരെ സംബന്ധിച്ച് ഒരു കാര്യം ഈ അങ്കിളിനോട് പറഞ്ഞ അത് ഈ പഞ്ചായത്ത് മുഴുവൻ അറിയും, അല്ലെങ്കിൽ ഈ ആന്റിയോട് പറഞ്ഞ അടുത്ത ആഴ്ച ഈ പള്ളി മുഴുവൻ അറിയും എന്നുള്ളതാണ് നമ്മളെ കുറിച്ച് അവർ ചിന്തിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെയാണ് അവർ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയാ, ബി ഇറ്റ് ഗുഡ് ഓർ ബാഡ്, അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കലും ഈ ഒരു ട്രസ്റ്റോ ഈ ഒരു റാപ്പോർട്ടോ ബിൽഡ് ചെയ്തെടുക്കാതെ നമുക്ക് ഫെയ്ത്ത് പാസ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പേഴ്സണൽ ഫെയ്ത്ത് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എവറി ഡേ ആക്ടിവിറ്റീസിൽ, ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ ദേ വോണ്ട് ദ ഫെയ്ത്ത് ടു ബി എൻഗേജ്ഡ്. പക്ഷെ നമുക്ക് ഇഷ്ടം സൺഡേ ക്രിസ്ത്യൻസ് ആവാനാ, അല്ലെങ്കിൽ 365 ദിവസം ഉള്ളപ്പോ എപ്പോഴൊക്കെയാണോ പള്ളിയിൽ ആരാധനയ്ക്ക് പോകേണ്ടത് അപ്പോഴൊക്കെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിലാണ് നമുക്ക് താല്പര്യം. എന്നാൽ ഒരു പേഴ്സണൽ ഫെയ്ത്ത് എൻഗേജ്മെന്റ്, അതായത് എന്റെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെ എനിക്ക് ഈ ഒരു പേഴ്സണൽ കണക്ഷൻ വിത്ത് ക്രൈസ്റ്റ് സാധ്യമാണ്. അതുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്വയം ചോദിക്കണം, ശരിക്കും എനിക്ക് കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? അവിടെ എന്റെ ഫെയ്ത്ത് എൻഗേജ്മെന്റ് എത്രത്തോളമാണ്? ഞാനൊരു കമ്മ്യൂണിറ്റി വർഷിപ്പിന്റെ ഭാഗമായിരിക്കാം, എല്ലാ കൺവെൻഷനും പോകും, എല്ലാ ഫാസ്റ്റിംഗ് പ്രയറിനും പോകും, ഒരു മീറ്റിംഗ് പോലും വിടത്തില്ല. ഏത് സൂം, ഏത് ഓൺലൈൻ മീറ്റിംഗ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അലാറം വെച്ചാണെങ്കിലും എഴുന്നേറ്റ് അറ്റൻഡ് ചെയ്യും. പക്ഷേ വേർ ഇസ് യുവർ കണക്ഷൻ പേഴ്സണലി വിത്ത് ക്രൈസ്റ്റ്? ഇതിനെ നോക്കുന്നുണ്ട് നമ്മുടെ അടുത്ത തലമുറ. കാരണം ഒരു പേഴ്സണൽ ഫെയ്ത്ത് എൻഗേജ്മെന്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ആ ആളുടെ ആറ്റിറ്റ്യൂഡില്, ആ ആളുടെ വൊക്കാബുലറിയില്, ആ ആളുടെ ബന്ധങ്ങളില്, ആ ആളുടെ ഡിസിഷൻ മേക്കിങ്ങില്, ദ ലിറ്റിൽ ചോയ്സസ് യു മേക്ക്, യു ക്യാൻ സീ ക്രൈസ്റ്റ്. ഈ പേഴ്സണൽ ഫെയ്ത്ത് എൻഗേജ്മെന്റ് ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓളത്തിന് അങ്ങ് പോകുക, ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ അങ്ങ് നീന്തി പോകുന്നതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ വിചാരം ഞായറാഴ്ച വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്തു, തീർന്നു, എല്ലാം കഴിഞ്ഞ് ഇനി അതിനേക്കാൾ തികഞ്ഞ് വേറൊന്നുമില്ല. അപ്പൊ അവിടെ മുമ്പിൽ തന്നെ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ അറിയാം ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്. ഇന്ന് വരാത്തവരെല്ലാം പാപികളും, വന്നോ നമ്മളെല്ലാം വിശുദ്ധരുമാണ്. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ അറ്റൻഡൻസ് എടുപ്പ് പോലും. സ്ഥിരമായി പള്ളിയിൽ വരുന്നവരെല്ലാം വിശുദ്ധരാണല്ലോ, അല്ലെ? അപ്പോ ഈ ഒരു പേഴ്സണൽ ഫെയ്ത്ത് എൻഗേജ്മെന്റ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പം നമ്മുടെ ഹൃദയത്തിൽ അത് തട്ടത്തുള്ളൂ, അത്തരത്തിലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഒരു പേഴ്സണൽ ഫെയ്ത്ത് എൻഗേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു തിങ്ക് അബൌട്ട് സ്പിരിച്വാലിറ്റി. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ റിലീജിയസ് ആസ്പെക്ട്സ്. കാരണം ട്രഡീഷനും കസ്റ്റവും പ്രാക്ടീസും ഒക്കെ വളരെ ഭംഗിയായിട്ട് റിച്വലിസ്റ്റിക് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ പേഴ്സണൽ ഫെയ്ത്ത് എൻഗേജ്മെന്റ് കൂടെ മാത്രമേ പ്രത്യേകിച്ച് ഇനിയുള്ള ജനറേഷനിലേക്ക് ഈ വിശ്വാസത്തെ പകരാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ബി ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് അവർ വേർഡ്സ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. അത് ഓൾറെഡി അച്ഛൻ പറഞ്ഞില്ലേ, ഒരു കാലത്ത്, ഇനി ഈ തലമുറ ഒരു കാലത്ത് എന്നുള്ള നമ്മുടെ നിരാശയിലുള്ളതായിരിക്കാം.
ഒരുപക്ഷെ നമ്മുടെ വേദന കൊണ്ട് നമ്മൾ പറയുന്നതായിരിക്കാം, പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ പവർഫുൾ ആണ്. എപ്പോഴും ഓർക്കുക, നമ്മുടെ വൊക്കാബുലറി, our വേർഡ്സ് ആർ റിയലി പവർഫുൾ. പലപ്പോഴും ആസ് പേരൻസ് നമ്മുടെ വേദന കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് രണ്ട് ചാട്ടം ചാടിയാൽ, അമിതമായിട്ട് രണ്ട് വാക്ക് പറഞ്ഞാൽ കുഞ്ഞങ്ങ് നന്നാവും എന്നുള്ളതാണ്. അങ്ങനെ നന്നാകുന്ന ഒരു കാലത്ത് ഒരു പക്ഷേ ജീവിച്ചവരാകാം നമ്മൾ. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അതിനെ അങ്ങനെ എടുക്കത്തില്ല. ദോസ് വേർഡ്സ് ആൻഡ് ദ ഹാം ഇറ്റ് ക്രിയേറ്റ്സ്, ഇറ്റ് ലിംഗേഴ്സ് ഇൻ ദെയർ ഹാർട്ട്സ് ഫോർ എവർ. നമ്മൾ എന്ത് എസെൻസിൽ അത് പറഞ്ഞെന്നുള്ളത് വെള്ളത്തിൽ വരച്ച വര പോലെ പോയി. പക്ഷെ നമ്മൾ പറഞ്ഞ വാക്കുകൾ, അതായത് യു ആർ ഗുഡ് ഫോർ നത്തിങ്, യു ആർ അൺവേർതി, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, അല്ലേലും നീ ഇങ്ങനെയാന്ന് എനിക്കറിയാം, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെയാ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന, നമ്മുടെ നിരാശയിൽ പറയുന്നതായിരിക്കാം. പക്ഷെ നമ്മളൊരു കോൺഷ്യസ് എഫേർട്ട്, ഞാൻ ആ വാക്ക് വീണ്ടും വീണ്ടും ഇൻവേർട്ടഡ് കോമാസിൽ പറയുകയാണെ, കോൺഷ്യസ് എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകളെ ഒന്ന് റെസ്ട്രെയിൻ ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇനി ദേഷ്യം വരുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇനി സങ്കടം വരുന്നുണ്ടെങ്കിലും, നിങ്ങൾ ഒരല്പം സമയം സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ വേണേൽ നിങ്ങളുടെ മുഷ്ടി ചുരുട്ടി പിടിക്കുകയോ ഭിത്തിയിലിട്ടിടിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ നമ്മുടെ വാക്കുകളെ നമ്മൾ റെസ്ട്രെയിൻ ചെയ്തേ പറ്റുള്ളൂ പ്രിയരെ. കാരണം നെക്സ്റ്റ് ജനറേഷൻ അവരതിനെ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ഇഫ് വി ആർ നോട്ട് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ആ നെക്സ്റ്റ് ജനറേഷൻ, വി ആർ ഗോയിങ് ടു ലൂസ് ദം. അവരെ നമുക്ക് നഷ്ടപ്പെടും. അടുത്ത സ്ലൈഡ്, I think with the next slide, class തീരെയാണെന്ന് തോന്നുന്നു. Okay, I think this is the last slide. Ashwin, is this the last one? Yes, this is the last one. Okay. Be a little more considerate and compassionate to our children, to Gen Z. നമ്മുടെ ഫെയ്ത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മളിൽ നിന്ന് ഇത് അറിയാതെ പകരപ്പെടും. എപ്പോഴാണെന്ന് അറിയാമോ? കുറച്ചുകൂടി ഒന്ന് കമ്പാഷനറ്റ് ആകുവാണെങ്കിൽ, കുറച്ചുകൂടി കൺസിഡറേറ്റ് ആകുവാണെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ പോയിന്റിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റിപ്പോകും, അതിന് യാതൊരു സംശയവും. ആൻഡ് ദാറ്റ് ഈസ് വൈ ദ സ്റ്റോറി ഓഫ് ദ ലോസ്റ്റ് സൺ ഇസ് ഗിവൺ ഇൻ ദ ബൈബിൾ. എന്തിനാ കർത്താവ് രണ്ട് ആൺമക്കളുടെ കഥ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വെറുതെ അല്ല. ഈ 2026 ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ആൻഡ് റെലവെന്റ് ഫോർ അസ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അഥവാ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത വഴികളിലൂടെ, നമ്മൾ ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ ഒക്കെ നമ്മൾ അവരെ കാണുമ്പോഴും അവരെ ഒന്ന് സ്നേഹത്തോടെ തിരിച്ചു പിടിക്കാനായിട്ട് കുറച്ചുകൂടി കമ്പാഷനും കൺസിഡറേഷനും ആവശ്യം. അതുകൊണ്ടാണ് ആ മകൻ മടങ്ങി വന്നപ്പോൾ ആ അപ്പൻ അവനെ സ്വീകരിച്ചു എന്ന് കൂടി അവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഓർക്കരുത്, നമ്മുടെ ഒരു മലയാളി സംസ്കാരത്തിന്റെ പ്രത്യേകത പോയ വഴിയെ പോയി, ഇനി ഇപ്പൊ അതിനെ നോക്കണ്ട, അങ്ങനെയല്ല. That story is clearly given in the Bible, full of the love of a father. സ്വർഗത്തിലെ ദൈവത്തിന് എന്നെയും നിങ്ങളെയും സ്നേഹിക്കാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടി കമ്പാഷൻ, കുറച്ചുകൂടി കൺസിഡറേഷൻ ആവാം. ലെറ്റ് ദം സീ ദ ലവ് ആൻഡ് ഫോർഗിവ്നെസ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ അസ്. നമ്മളിലൂടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്പം കൂടെ കമ്പാഷൻ. അത് സ്വന്തം മക്കളോട് മാത്രമല്ല കേട്ടോ, പള്ളിയിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഒരു ആർദ്രതയുള്ള ഹൃദയത്തോടും നനവുള്ള ഹൃദയത്തോടും കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് അനേക കുഞ്ഞുങ്ങളെ നമ്മുടെ ആ സ്പേസിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. അത് കേരളത്തിലും അനേക പള്ളികളില് ഞങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ പോലും ഞങ്ങൾ വിറ്റ്നസ് ചെയ്യുന്ന കാര്യമാണ്. അനേക കുഞ്ഞുങ്ങൾ കടന്നു വരാത്തത്, they don't feel that when they come there they experience the love of Christ. Because ആ സ്നേഹം ആരിലൂടെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. എത്ര തെറ്റിപ്പോയവനും, കഞ്ചാവ് അടിച്ച് നടന്നവനായിരിക്കാം, വെള്ളമടിച്ച് നടന്നവനായിരിക്കാം, അവനൊന്ന് കുർബാനയ്ക്ക് വരണമെന്ന് തോന്നിയാൽ വന്ന് നിൽക്കുമ്പം അവനെ മുഷിപ്പിച്ചുകൊണ്ടുള്ളൊരു നോട്ടമല്ല അവൻ ആഗ്രഹിക്കുന്നത്. അവനെ നനവോടുകൂടെ നോക്കുന്ന രണ്ട് കണ്ണുകൾ മതി ഒരു പക്ഷെ അടുത്ത ആഴ്ചയും വരാൻ അവൻ പ്രേരിപ്പിക്കപ്പെടുന്നത് അവിടെയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനെ എന്തിനെ വേണമെങ്കിലും ചേർത്ത് വായിക്കാവുന്നതാ. ലെറ്റ്സ് നോട്ട് ബി ജഡ്ജ്മെന്റൽ ആൻഡ് ഹിപ്പോക്രിറ്റിക്കൽ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെൻസിയെ സംബന്ധിച്ച്. ജഡ്ജ്മെന്റലും ആവാൻ നമ്മൾ പാടില്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹിപ്പോക്രിറ്റിക്കൽ ആവാൻ പാടില്ല. ഹിപ്പോക്രിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പറയുന്നതും ചെയ്യുന്നതും ഒന്നാവേണ്ടുന്നത് ആവശ്യമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളും തിരിഞ്ഞു നിൽക്കുമ്പോൾ വേറൊരാളുമാണെങ്കിൽ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരാളും തിരിഞ്ഞു നിൽക്കുമ്പോൾ വേറൊരാളുമാണെങ്കിൽ, ഒരാളെ നോക്കി ചിരിച്ചിട്ട് ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ഇപ്പുറത്തോട്ട് മാറി നിന്ന് കുറ്റം പറയുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ അത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഇല്ലാത്തിടത്തോളം കാലം നെവർ തിങ്ക് അതർ പീപ്പിൾ വിൽ വാല്യൂ. അപ്പൊ ഈ ഒരു കൈൻഡ് ഓഫ് ഹിപ്പോക്രിറ്റിക്കൽ നേച്ചർ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദം. അവര് തെറ്റിച്ചോട്ടെ, അവർക്ക് പരാജയങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇൻ അവർ ഹൗസ്, നമ്മുടെ വീടുകളില്, നമ്മൾ ഒരുമിച്ച് ചേരുന്ന ഇടങ്ങളില്, നമ്മുടെ ഇടവകളില് യങ്ങർ ജനറേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം.
അടുത്ത തലമുറയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. അത് ഞാൻ അവരെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരുത്തണം എന്ന് മാത്രമല്ല പറയുന്നത്. വെൽ ആൻഡ് ഗുഡ് ഇഫ് യു ആർ ഏബിൾ ടു ഗിവ് ലീഡർഷിപ്പ് പൊസിഷൻസ് ടു ദം. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞേച്ച് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം പറയാൻ നിൽക്കരുത്. ലെറ്റ് ദം മേക്ക് മിസ്റ്റേക്സ്, ലെറ്റ് ദം ലേൺ ഫ്രം ദാറ്റ്. അവരൊരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പുതിയ ഒരു സേവ്യാ സംഘം സെക്രട്ടറി വരുമ്പോൾ ചിലപ്പോൾ ജെൻസിയിലുള്ള ഒരു കുഞ്ഞ് അത് എടുക്കാനായിട്ട് നമ്മൾ ഉന്തിയും തള്ളിയായിരിക്കും എടുപ്പിക്കുന്നത്. എടുത്തു കഴിയുന്നുടനെയോ ഞങ്ങളിരുന്ന കാലത്തെന്ന് പറഞ്ഞ് നമ്മുടെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങും. അവരെ വേർഡ്സ് ദാറ്റ് ബിൽഡ് ദെം നോട്ട് ഡിസ്ട്രോയ്സ് ദെം. അപ്പൊ ഓർക്കുക, എന്റെ വാക്കുകൊണ്ട് മറ്റൊരാളെ വളർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ തളർത്തുവാണോ ഞാൻ ചെയ്യുന്നത്? അതുകൊണ്ട് അവസരങ്ങൾ കൊടുക്കുന്നതിലൂടെ അവർ വളരുവാനായിട്ട് ജെനുവിൻലി അവർ ഗ്രോ ചെയ്യണം എന്നുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകണം പ്രിയരെ. എന്റെ കൊച്ചു വളരണം എന്നുള്ളതല്ല, എന്റെ ഇടവകയിലെ അടുത്ത തലമുറ വളരണം. ഒരു 20-25 ഇയേഴ്സില് ഈ ഇടവക ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ we must provide opportunities for them today. Don't think about it in 2035 or 2040. Give them today. ഇന്ന് അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. അവർ ചെയ്യുന്നതിലൂടെ അവരെ പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുക. Be by them, guide them with love, with kindness. Let our role model be Christ. എന്റെയും നിങ്ങളുടെയും റോൾ മോഡൽ ക്രൈസ്റ്റ് ആവണം കേട്ടോ. ഞാൻ അതാ പറയാൻ ഉദ്ദേശിച്ചത്. എന്റെയും നിങ്ങളുടെയും റോൾ മോഡൽ ക്രൈസ്റ്റ് ആകുമ്പോഴേ എന്നെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുവാൻ അവർക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ബൈബിള് വായിച്ചു പഠിച്ചതുപോലെയോ കൺവെൻഷന് പോയി വചനം കേട്ടതുപോലെയോ ഒന്നും ഇന്ന് കുഞ്ഞുങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അവർ ഈ ടെക്നോളജി ഡ്രിവൺ വേൾഡിൽ ജീവിക്കുന്നത് കൊണ്ട് അവരുടെ അറ്റൻഷൻ സ്പാൻ പോലും അത്തരത്തിൽ. അതുകൊണ്ട് 1 മണിക്കൂർ കൺവെൻഷനോ 45 മിനിറ്റിന്റെ അല്ലെങ്കിൽ അരമണിക്കൂറിന്റെയോ 20 മിനിറ്റിന്റെയോ സെർമൺ പോലും അവർ ഫുൾ ടൈം അവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ലുക്ക് അറ്റ് മീ, ഐ ആം ദ ക്രൈസ്റ്റ്. അല്ലേ? എനിക്ക് നിനക്ക് തരാനുള്ള ക്രിസ്തു ഞാനാണെന്ന് പറയാൻ എത്ര അപ്പനും അമ്മയ്ക്കും തന്റെ ഇടം ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ റോൾ മോഡൽ. അതുകൊണ്ടാണ് ഫിലിപ്പിയൻസ് 2 അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ഭാവം ക്രിസ്തുവിന്റെ ഭാവം പോലെ ആകണം. ലെറ്റ് യുവർ ആറ്റിറ്റ്യൂഡ് ബി ദ സെയിം ആസ് ജീസസ്. അപ്പൊ നമുക്ക് ആകാൻ പറ്റാത്ത കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. ദർ ഇസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ ടു ബി എ ജീസസ്. അപ്പൊ ഞാന് ഇപ്പൊ ഈ പുനലൂരേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളെ ശുശ്രൂഷിച്ചിരുന്ന കാസർഗോഡാണ്. കാസർഗോഡ് നിങ്ങൾക്ക് അറിയാം ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്, ഒരു ഇസ്ലാം മെജോറിറ്റി മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. അവിടെ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എന്റെ ക്ലാസ്സിലെ എന്റെ മുൻപിൽ ഇരിക്കുന്നതിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയാ, മുസ്ലിം മെജോറിറ്റി കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എന്നെ എപ്പോഴും ചലഞ്ച് ചെയ്തിരുന്ന ഒരു തോട്ട് ഇതാണ്, ദൈവമേ ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും വിശുദ്ധ വേദപുസ്തകം വായിക്കത്തില്ല, പക്ഷെ അവരെന്നെ വായിക്കുമല്ലോ, അവരെന്നെ വായിക്കുമ്പോൾ നിന്നെ കാണാൻ സാധിക്കുമോ? എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിലും നമുക്ക് ഈ ഒരു ചിന്ത ഉണ്ടാവണം. അവര് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ഏത് പ്രായം വരെ നമ്മൾ പറയും? ഒരു പ്രായം കഴിയുമ്പോൾ എൻ്റെ അപ്പനെ നോക്കുമ്പോൾ എൻ്റെ അമ്മയെ നോക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ കണ്ടിരുന്നുവെന്ന് ഇനി നമ്മുടെ കണ്ണടഞ്ഞാലും അവർക്കത് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കണ്ടേ? നമ്മുടെ റോൾ മോഡൽ ക്രിസ്തു ആകണ്ടേ? എങ്കിലല്ലേ നമുക്ക് അതിനെ സാധിക്കത്തുള്ളൂ. പ്രയർ മസ്റ്റ് നോട്ട് ബി യുവർ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്. എന്തുകൊണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെ ലാസ്റ്റ് റിസോർട്ടാക്കി നമ്മൾ വെച്ചേക്കുകയാണ് പ്രയർ. എല്ലാം നമ്മൾ കതിരിന് കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ നമ്മളിങ്ങനെ കതിരാകാൻ നോക്കിയിരിക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു കുഞ്ഞ് ഉദരത്തിലുണ്ട് എന്നറിയുന്ന നിമിഷം മുതൽ ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ ഭവനങ്ങളിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ ഇടവകയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി മറ്റൊരു റെസ്പോൺസിബിലിറ്റി നമുക്കില്ല. നിങ്ങൾ ചോറ് വാരി കൊടുത്തോ, ഉരുട്ടി കൊടുത്തോ, മുട്ട ബുൾസൈ ആണോ കൊടുത്തത്, പൊരിച്ചതാണോ കൊടുത്തത്, ഇറ്റ് ഡസന്റ് മാറ്റർ അറ്റ് ഓൾ ഇൻ ദ ലോങ് റൺ. ബട്ട് വെദർ യു റിയലി ജെനുവിൻലി പ്രേഡ് ഫോർ യുവർ ചിൽഡ്രൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതലേ ഒടുക്കം വരെ, നമ്മുടെ കണ്ണടയുന്നിടം വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സമ്പാദ്യമുണ്ടെങ്കിൽ, അച്ഛൻ പറഞ്ഞതുപോലെ പണ്ട് തിരുമേനിമാര് ചോദിച്ചു ഇറ്റി കണ്ണുനീരുണ്ടോ അല്ലേ? ആ കണ്ണുനീരിന് ഇപ്പോഴും വിലയുണ്ട്, ആ പ്രാർത്ഥനകൾക്ക് ഇപ്പോഴും വിലയുണ്ട്. അതുകൊണ്ട് പ്രേയർ മസ്റ്റ് നോട്ട് ബി യുവർ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്, ഇറ്റ് മസ്റ്റ് ബി യുവർ ഫസ്റ്റ് ലൈൻ ഓഫ് ഒഫെൻസ്. നമ്മൾ ഒരിക്കലും അത് അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. മറ്റുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ പാത തെറ്റിപ്പോകുന്നു എന്ന് കാണുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്, മുന്നമേ തുടങ്ങാൻ നമുക്ക് സാധിക്കണം. എന്ന് കരുതി അയ്യോ ഇന്ന് വരെ പ്രാർത്ഥിച്ചില്ലല്ലോ ഇനിയും തുടങ്ങിയാൽ രക്ഷയില്ലെന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്, ഏത് സമയത്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കീപ് ഓൺ പ്രേയിങ്. ആൻഡ് ഐ വുഡ് സേ ഓൾ ദ മദേഴ്സ് ഹിയർ, ഒത്തിരി ഭാരത്തോടു കൂടി ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന അമ്മമാരുണ്ട്, എനിക്കറിയാം. നിങ്ങളോട് ഞാൻ പറയാം, നെവർ ഗിവ് അപ്പ് പ്രേയിങ് ഫോർ യുവർ ചിൽഡ്രൻ.
ഒരു കാരണവശാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. അവസാനം വരെ യു ക്യാൻ പ്രേ, യു മസ്റ്റ് പ്രേ. ഈ പ്രാർത്ഥനയേക്കാൾ കവിഞ്ഞ് മറ്റൊരു ശക്തി ഇല്ല എന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം എന്തുമായിക്കോട്ടെ, വല്ലാണ്ട് കലങ്ങിയിരിക്കുന്നവർ ഒരുപക്ഷെ ഈ കൂട്ടത്തിലുണ്ടാവാം. ആരോടും പറയാൻ പറ്റാത്ത, ഒരുപക്ഷെ കുഞ്ഞുങ്ങളൊക്കെ വളരെ മറ്റുള്ളവരുടെ മുൻപിൽ വളരെ നന്നായി അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ഉള്ളിൽ ചീഞ്ഞു നാറുന്നത് ആസ് എൻ അമ്മ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ആരോടും പങ്കുവെക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയുള്ളതിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഫോർ യുവർ ജനറേഷൻ. യുനോ, നിങ്ങളുടെ ഇടവകയിലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ടു ഓൾ ദി എൽഡേഴ്സ് who are attending the meeting, I would like to say, please keep on praying for your children. Churches must be places where it is okay to be not okay. ഒരിക്കലും വിചാരിക്കരുതേ ഇത് വിശുദ്ധര് മാത്രം വരുന്ന ഇടമാണെന്നല്ല പ്രിയരെ. എന്റെയും നിങ്ങളുടെയും അശുദ്ധി തിരിച്ചറിയുവാൻ വേണ്ടി വിശുദ്ധനായ കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്ന ഇടമാണ് ചർച്ച് എന്ന് പറയുന്ന സ്പേസ്, വർഷിപ്പ് പ്ലേസ് എന്ന് പറയുന്നത്, പ്രെയർ പ്ലേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഓൾ ഓഫ് us ഹാവ് ദ ഫ്രീഡം ടു ബി നോട്ട് ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും മോശമായ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് പകരപ്പെടുന്ന ഒരു ഇടമാണ് കർത്താവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അവിടുത്തെ അങ്ങനെ ഒരു ഇടത്തെ കുറിച്ച് നമ്മളുടെ ഒരു പെർസെപ്ഷൻ എന്താണോ അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് ചർച്ചസ് ആർ പ്ലേസസ് വെയർ യു ഹാവ് ദ ഫ്രീഡം ടു ബി നോട്ട് ഓക്കെ. നമ്മുടെ കുഞ്ഞുങ്ങളെ അത്തരത്തിൽ നമ്മൾ ഒന്ന് നമ്മുടെ ഇടവകയിലേക്ക്, പള്ളിയിലേക്ക്, ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെങ്ങനെയാ? ഒരു പരീക്ഷ കഴിയുമ്പോൾ തന്നെ എല്ലാത്തിനും A+ കിട്ടുന്നവനെ സ്ഥാനമുള്ളൂ പള്ളിയിൽ പോലും. എല്ലാത്തിനും ഹൈസ്കോർ കിട്ടുന്നവർക്കേ പള്ളിയിൽ പോലും സ്ഥാനമുള്ളൂ. എവിടെയാ പരാജയപ്പെടുന്നവന് ഒരു സ്ഥാനമുള്ളത്? നമ്മളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളില്, നമ്മളുടെ ഇടവകളില്, നമ്മളുടെ വർഷിപ്പ് പ്ലേസസില്. ബട്ട് ഐ തിങ്ക് അതൊക്കെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നത്. ഐ എം വൈൻഡിങ് അപ്പ് ഹിയർ. എനിക്കറിയാം ഞാൻ അറിയാണ്ട് ഇച്ചിരി സമയം കൂടുതൽ എടുത്തു പോയി ആവേശത്തിൽ അങ്ങ് പറഞ്ഞപ്പോ. പക്ഷേ ദിസ് ഇസ് വൈ എൻ്റെ ഒരു വിചാരം, അടുത്ത തലമുറയിലേക്ക് ഈ ഫെയ്ത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് രൂപപ്പെട്ട് കിട്ടിയാൽ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ഫെയ്ത്തിനെ കണക്ട് ചെയ്യാൻ നമുക്ക് ആദ്യമേ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഈ ഒരു പേഴ്സണൽ ഫെയ്ത്ത് എൻഗേജ്മെന്റിനും നമുക്ക് സാധിക്കുമ്പോഴാ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പോലും അറിയാതെ അത് പകരപ്പെടും. വളരെ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ വളരുന്ന കുഞ്ഞുങ്ങൾ കണ്ടാ വളരുന്നത് എൻ്റെ അമ്മയുടെ ഐഡന്റിറ്റി ആരിലാണ്, എൻ്റെ അപ്പന്റെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ആരിലാണ്. അതിന് പകരം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ എന്താ കണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഞായറാഴ്ച പോകാൻ ഒരിടം, ഒരു കമ്മ്യൂണിറ്റി, ഒരു ഫെലോഷിപ്പിന് ഒരു സ്ഥലമുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾക്ക് ഫെലോഷിപ്പും ഇല്ല. അവിടെ അവർ കടന്നു വരുമ്പോൾ അവർ ഈ നമ്മളെ എക്സൈറ്റഡ് ആകുന്ന ഒരു ഫെലോഷിപ്പ് ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇടവുകളിലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു ഏജ് കഴിയുമ്പോൾ when they are able to take independent decisions, they say we don't want to come there. പിന്നെ നമ്മുടെ ചർച്ചിന്റെ പൊളിറ്റിക്സ്, നമ്മുടെ അതിനകത്ത് നമ്മളായിട്ട് നമുക്കതെല്ലാം കൂടിയാണ് നമ്മളെ ഒരു ചർച്ചിന്റെ ഭാഗമാക്കുന്നത്. ബട്ട് ഫോർ Gen Z it is not like that. അവരെ സംബന്ധിച്ച് ഫെയ്ത്ത് ആണ്, and it must be there in every aspect of our life. So I'm winding up here. എനിക്ക് തോന്നിയതിനു ശേഷം ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം ഉണ്ടല്ലോ, അപ്പൊ ബാക്കി കാര്യങ്ങൾ ആൻസർ. Thank you, Kochama. Thank you so much for the deep-rooted talk, biblically backed talk, and very powerful, very impact-making thoughts for our life. Thank you so much, Kochama. Thank you. We are continuing our discussion. Kochama has shared 7 topics. Spell love in a family. Your words matter. Healthy kitchen serves better nourishment. A good social life builds you up. Worship the Lord together. Living spaces that welcomes and comforts us. Walk the talk. These are the 7 topics. Probably these topics can complement further to the main talk given by our dear